ഒരു ഡെന്റൽ ലാബ് തുടങ്ങണമെങ്കിൽ അന്നത്തെ കാലത്ത് ചെറിയ തോതിൽ തുടങ്ങണമെങ്കിൽ 20 ലക്ഷം രൂപ വേണം. ആ കാലങ്ങളിൽ എനിക്ക് കേവലം 250 രൂപ മാസം ശമ്പളമുള്ളൂ. കേരളം വ്യവസായത്തിന് പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണെന്നാണ് എന്നും പറയാറുള്ളത്. അത് ഇന്നും ആവർത്തിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ അടക്കം, പിന്നെ ആളുകൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാം നമ്മുടെ വലിയകളാണ്, അവരുടെ എല്ലാം മുഖത്തിലിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വ്യവസായ മന്ത്രി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം വഴക്ക് പറയുന്നത് ആരും കേൾക്കാതെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എല്ലാവരും കേൾക്കും. 290 സ്ക്വയർ ഫീറ്റിൽ നിന്ന് തുടങ്ങിയ സ്ഥാപനം ഇന്ന് 3 ലക്ഷം സ്ക്വയർ ഫീറ്റ് മൂവാറ്റുപുഴ മാത്രമുണ്ട്. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഉണ്ടല്ലോ. ഒരു സിനിമയായി ചിത്രീകരിച്ചാൽ പിന്നെ ഇതൊക്കെ റിയൽ ലൈഫിൽ നടക്കുമോ എന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുള്ള ഒരു കഥ. അക്ഷരാർത്ഥത്തിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് വിശ്വാസത്തിന്റെയും വിജയത്തിന്റെയും കൊടുമുടിയിലേക്ക് എത്തിയതിന്റെ കഥ. ആ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ശ്രീ ജോൺ കുര്യാക്കോസ് എന്ന വ്യക്തിയുടെയും ഡെന്റ് കെയർ എന്ന പ്രസ്ഥാനത്തിന്റെയും അത്ഭുത കഥ. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിൻ സൈഡ് വിത്ത് ആർദ്ര ബാലചന്ദ്രൻ ഓൺ ദ ക്യൂ. നമസ്കാരം സർ. നമസ്കാരം. നമ്മുടെ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നന്ദി. താങ്ക് യു. സാറിന്റെ കഥ, ഈ അത്ഭുത കഥ എനിക്ക് പരിചിതമാണ്. എന്നാലും ഒന്നും ഡെന്റ് കെയറിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് വേണ്ടി ഒന്ന് പറയാമോ, എന്താണ് ഡെന്റ് കെയറിന്റെ കോർ ബിസിനസ്? ഡെന്റ് കെയർ ഫിക്സ് ചെയ്ത് വെക്കുന്ന ആർട്ടിഫിഷ്യൽ ടീത്തിന്റെ മാനുഫാക്ചറിങ് ആണ്. ഫിക്സ് വെക്കുന്ന എന്ന് പറഞ്ഞത് ഫിക്സ് ചെയ്ത് വെക്കുന്നത് മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ടീത്തിന്റെ മാനുഫാക്ചറിങ് ആണ് ഡെന്റ് കെയർ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണോ തുടങ്ങിയത്? കേവലം 2 പ്രോഡക്റ്റിൽ നിന്നാണ് തുടങ്ങിയത്. ഇന്ന് 450ഓളം പ്രോഡക്ട്സിൽ എത്തി നിൽക്കുന്നു നമ്മുടെ ആകെയുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സസ്. അപ്പൊ ഈ 450 പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല്ലിൽ നിന്ന് മാറി, എനിക്ക് പേഴ്സണലി തന്നെ അറിയാം, ഇപ്പൊ അലൈനേഴ്സ് പോലെയുള്ള ഏറ്റവും പുതിയ ടെക്നോളജി വരെ എത്തി നിൽക്കുന്നു. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ലൈനിന്റെ ഒരു ഡൈവേഴ്സിറ്റിയെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഡെന്റ് കെയർ എന്ന് പറഞ്ഞ സ്ഥാപനം 88ലാണ് തുടങ്ങിയത്. തുടങ്ങുമ്പോൾ കേവലം 2 പ്രോഡക്ട്സ് വെച്ചാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഡെന്റ് കെയറിനെ പറ്റി പറയുമ്പോൾ ഫിക്സ് ചെയ്ത് വെക്കുകയും എടുത്തു കഴിയുകയും ചെയ്യുന്ന പല്ലുകൾ, വിവിധ തരം പല്ലുകൾ വയ്ക്കുന്ന ഒരു യൂണിറ്റ് ആണ്. ഇംപ്ലാന്റ് എന്ന് നമ്മൾ പറയുന്നത് വിവിധ തരം പല്ലുകൾ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ആണ്. അതിനകത്ത് അക്രലിക്കിന്റെ പല്ലുകളുണ്ട്, മെറ്റൽ വെച്ചുള്ള നിക്കൽ ക്രോം മെറ്റൽ വെച്ചുള്ള പല്ലുകളുണ്ട്, കൊബാൾട്ട് ക്രോം മെറ്റൽ വെച്ചുള്ള പല്ലുകളുണ്ട്, ടൈറ്റാനിയം വെച്ച് ഉണ്ടാക്കുന്ന പല്ലുകളുണ്ട്, സിർക്കോണി വെച്ചുണ്ടാക്കുന്ന പല്ലുകളുണ്ട്, ലിഥിയം ഡൈസിലിക്കേറ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് സെറാമിക് വെച്ചുണ്ടാക്കുന്ന പല്ലുകളുണ്ട്. അതുപോലെ തന്നെ കൂർക്കം വലി ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്. അതിന് പരിഹാരമായി ഡ്രീം വെന്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഞങ്ങൾക്കുണ്ട്. അതുപോലെ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റിന് ആവശ്യമായ വിവിധതരം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിലൊന്നാണ് അലൈനർ, ഡെന്റ് കെയർ അലൈനർ, പല്ലുകൾ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ കമ്പിയുടെ വൃത്തികേടൊന്നും ഇല്ലാതെ നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പുറത്തറിയാതെ ചെയ്യാനുള്ള, അങ്ങനെ ചെയ്യാനുള്ളത്. പിന്നെ പ്രിസിഷൻ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞ് സെമി ഫിക്സഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അങ്ങനെ 450ഓളം പ്രോഡക്ട്സ് ഡെന്റിസ്റ്റിന് ആവശ്യമായ, ഇന്ന് ലോകത്തിൽ എവിടെയെല്ലാം ഡെന്റിസ്ട്രിയിൽ എന്തെല്ലാം അവൈലബിൾ ആയിട്ടുണ്ടോ അതെല്ലാം ഡെന്റ് കെയറിൽ ലഭ്യമാണ്. അത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനം, ലോകത്തിലെ തന്നെ ഈ മേഖലയിലെ 2ാമത്തെ പ്രസ്ഥാനം. അതൊരു ടേൺ ഓവറിന്റെ കാര്യത്തിലാണോ നമ്മൾ അങ്ങനെ പറയുന്നത്, അതോ പ്രോഡക്റ്റ് അവൈലബിലിറ്റി ആണോ? അല്ല, പ്രോഡക്റ്റിന്റെ കാര്യത്തിലാണ്. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ ലോകത്തിൽ തന്നെ ഞങ്ങൾ 1ാം സ്ഥാനത്താണെന്ന് പറയാം. കാരണം പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി അത്രമാത്രം ക്വാളിറ്റിയോടുകൂടിയാണ് ഞങ്ങൾ എല്ലാ പ്രോഡക്ട്സും ഉണ്ടാക്കുന്നത്. എനിക്കൊരു സംശയം, 450ഓളം പ്രോഡക്റ്റ്, അപ്പം പ്രത്യേകിച്ചും ഈ 2ൽ നിന്ന് 450ലേക്കുള്ള വളർച്ച, അതിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം അല്ലെങ്കിൽ അതിന്റെ കാതൽ എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഈ R&D മുഴുവൻ കേരളത്തിലെ ഒരു ചെറു പട്ടണമായ മൂവാറ്റുപുഴ ആസ്ഥാനമാക്കിയാണ് ഡെന്റ് കെയർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിനകത്തൊരു അൺബിലീവബിൾ ആയി തോന്നുന്ന ഒരു ഘടകമാണ്. അതൊന്ന് സർ എക്സ്പ്ലെയിൻ ചെയ്യാമോ, ആ ഒരു ജേർണി? തുടക്കത്തിൽ R&D ഒന്നും ഉണ്ടായിരുന്നില്ല. 80കളിൽ
ഫിക്സ് ചെയ്ത് പല്ല് വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇന്ത്യയിൽ 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് ഈ ഡെൻ്റൽ മേഖലയിൽ ആരംഭിക്കുന്നത് ഒരു അറ്റൻഡറായിട്ടാണ്. ഒരു ക്ലിനിക്കിൽ തറ തുടയ്ക്കാനും ടോയ്ലറ്റ് വാഷ് ചെയ്യാനും ഡോക്ടർ ഊണ് കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകി വയ്ക്കുക, ചായ മേടിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള ഉള്ള അങ്ങനെ ഒരു ജോലിയിലേക്കാണ് ഞാൻ ആദ്യമായി കടന്നു വരുന്നത്. അന്ന് അവിടെ ഡെൻ്റൽ ലാബുകളിൽ ചെയ്തുകൊണ്ട് വരുന്ന വർക്കുകൾ പേഷ്യൻ്റെ മൗത്തിൽ ഫിക്സ് ചെയ്യാൻ ഡോക്ടേഴ്സ് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ചെയർ സൈഡിൽ ധാരാളം സമയം സ്ട്രഗിൾ ചെയ്യുന്നു. പേഷ്യൻസ് മണിക്കൂറുകൾ വായി തുറന്നിരിക്കേണ്ടി വരുന്നു. ഡോക്ടേഴ്സ് ഈ ചെയ്തുകൊണ്ടിരുന്ന മെറ്റൽ പ്രോസസ്സ് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്നു. ഡോക്ടറെ കൈ പൊള്ളുന്നു. പലപ്പോഴും ഡോക്ടർ ബൗളിനകത്ത് വെള്ളം വെച്ചിട്ട് അതിനകത്ത് മുക്കുന്നു, വീണ്ടും ഗ്രൈൻഡ് ചെയ്യുന്നു. അങ്ങനെ ഇതിങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം, എന്നാൽ വല്ലപ്പോഴൊക്കെ ഇത് ചെയ്തുകൊണ്ട് വരുന്നത് കൃത്യമായിട്ട് ഫിറ്റ് ആവുന്നുണ്ട്. മനസ്സിലൊരു സ്വപ്നം, എന്നെങ്കിലും ഒരു കാലത്തൊരു ഡെൻ്റൽ ലാബ് തുടങ്ങണമെന്ന്. വെറുതെ ഒരു നേരിയ ചിന്ത ഇങ്ങനെ മനസ്സിലൂടെ കടന്നുപോയെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ കാലത്ത് ഫിറ്റ് ആവുന്ന ഒരു പ്രോഡക്റ്റ് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം. ഒരിക്കലും ആ കാലത്ത് പണം ഉണ്ടാക്കണമെന്ന് മനസ്സിൽ ചിന്ത പോലും ഇല്ല. ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ കഴിയുമെന്നുള്ള ആ വ്യക്തമായി ഉറപ്പുമില്ല. എന്നാൽ എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം, അടങ്ങാനാവാത്ത ആഗ്രഹം. ഈ പേഷ്യൻസിൻ്റെ കഷ്ടപ്പാടൊന്ന് മാറ്റണം. ഡോക്ടേഴ്സിൻ്റെ ഈ ചെയർ സൈഡിൽ ഈ സമയം ചെലവഴിച്ച് മണിക്കൂറുകൾ ചിലപ്പോൾ ഗ്രൈൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പലപ്പോഴും ഡോക്ടർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക പോലുമില്ല. ചിലപ്പോൾ ഡോക്ടർ പറയും, ഞാൻ ഇനി വർക്ക് ചെയ്യുന്നില്ല ജോണി എന്ന് പറയും. അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം മനസ്സിൽ. എന്നാൽ ഒരു ഡെൻ്റൽ ലാബ് തുടങ്ങണമെങ്കിൽ അന്നത്തെ കാലത്ത് ചെറിയ തോതിൽ തുടങ്ങണമെങ്കിൽ 20 ലക്ഷം രൂപ വേണം. ആ കാലങ്ങളിൽ എനിക്ക് കേവലം 250 രൂപയെ മാസം ശമ്പളമുള്ളൂ. ഒരു കൊല്ലം മുഴുവൻ പണിയെടുത്താൽ ആകെ 3000 രൂപ കിട്ടുള്ളൂ. എങ്ങനെ തുടങ്ങും? പക്ഷേ ഞാൻ അന്ന് എങ്ങനെയെങ്കിലും തുടങ്ങണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ ഒരു വഴി ദൈവം തന്നു എന്ന് പറഞ്ഞതുപോലെ എൻ്റെ പഴയ യജമാനായിരുന്ന ഡോക്ടർ റെജി മാത്യു എന്നെ വെപ്പ് പല്ല് സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. ആ കാലങ്ങളിൽ പല്ല് പോയി കഴിഞ്ഞാൽ, പല്ലിന് കേട് വന്നാൽ അത് പറിച്ചു കളയുക, എടുത്തു കഴുകുന്ന പല്ലുകൾ വെക്കുക, സാധാരണ ഡെഞ്ചർ. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല ധാരാളം പണമുള്ളവരാണെങ്കിൽ ഫിക്സ് ചെയ്യുന്ന പല്ല് വെക്കും. അപ്പോൾ ഈ എൻ്റെ മനസ്സിൽ ഈ ആഗ്രഹം വന്നതോടുകൂടി ഈ വഴി ദൈവം തെളിച്ചു തരുന്നതിൻ്റെ ഞാൻ ഇന്ന് അത്ഭുതത്തോടെ ഓർക്കുകയാണ്. ഈ ഡെഞ്ചർ സെറ്റ് ചെയ്യാൻ പഠിച്ചതുകൊണ്ട് ഞാൻ ഓർത്തു, ഡേ ടൈമിൽ മുഴുവൻ ഞങ്ങളുടെ മാതൃസ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, രാത്രി വിവിധ ക്ലിനിക്കുകളിൽ പോയി വർക്ക് ചെയ്യാം. അങ്ങ് മൂലമറ്റം മുതൽ മൂവാറ്റുപുഴയുള്ള പല ക്ലിനിക്കുകളിലും രാവകമില്ലാതെ അധ്വാനിച്ചു. ശമ്പളത്തോടൊപ്പം രണ്ടാമതൊരു ഇൻകം. അതെ, ഇൻകം. അന്ന് ഒരു ഡെഞ്ചർ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 50 രൂപ കിട്ടും. ഒരു മാസം 250 ശമ്പളം കിട്ടുന്നിടത്ത് ഒരെണ്ണം ഫിക്സ് ചെയ്താൽ 50 രൂപ കിട്ടും. അങ്ങനെ 5 ഡെഞ്ചർ എല്ലാം ചെയ്യും ഒറ്റ ദിവസം തന്നെ. ചിലർ 70 രൂപ തരും, ചിലർ 50 രൂപ തരും. ഏതാണ്ട് 100-300 രൂപയോളം ഡെയിലി സമ്പാദിക്കാൻ തുടങ്ങി. എല്ലാം കൂട്ടി വെച്ചു. 5 വർഷത്തോളം ചില ദിവസങ്ങളിൽ 3 മണിക്കൂറും ചിലപ്പോഴെല്ലാം ഒരു ദിവസം 1 മണിക്കൂർ ഉറങ്ങിയതായ ദിവസങ്ങളുണ്ട്. കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. ചുരുക്കി പറഞ്ഞാൽ 6 വർഷം കൊണ്ട് 5 ലക്ഷം രൂപയോളം സമ്പാദിച്ചു. സാർ, ആ സമ്പാദിച്ച പൈസയുടെ ഒരു വലുപ്പം എനിക്ക് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ അതിന് മുൻപത്തെ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിച്ചാലാണ് ആ ഒരു കോണ്ടെക്സ്റ്റ് കുറച്ചുകൂടി വ്യക്തമാവുക എന്ന് തോന്നുന്നു. ഞാൻ 15-ാമത്തെ വയസ്സൊരു ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്വപ്നം കാണാത്ത മനുഷ്യനായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഉയരുമെന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടേ ഇല്ല. ജീവിതത്തിൽ എന്നും നിരാശയായിരുന്നു, എന്നും സങ്കടം. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കുടുംബം അറിയപ്പെട്ടിരുന്നത് ഭ്രാന്തന്മാരുടെ കുടുംബമെന്നാണ്. 3 തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. എൻ്റെ അപ്പൻ്റെ അനുജനെ ഒരു നായെ പൂട്ടിയിടുമ്പോൾ ഒരു മുറിയിൽ പൂട്ടിയിടപ്പെട്ടിരുന്നു. ആ മുറിയിൽ തന്നെ മലമൂത്ര വിസർജനം ചെയ്തിരുന്നു. അവിടെ തന്നെയാണ് ആ സാധു മനുഷ്യന് ഭക്ഷണം കൊടുത്തിരുന്നത്. അതെല്ലാം കണ്ടു വളർന്നതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായി ജനിച്ചുവെങ്കിലും പള്ളിയിൽ പോയിരുന്നുവെങ്കിലും ദൈവമില്ലെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെട്ടു വന്നു. അതുകൊണ്ട് അങ്ങനെ
ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, അതിലപ്പുറം വേറെ ഒന്നുമില്ല. വേറെ അതിലെ കൂടുതൽ ചിന്തകളൊന്നുമില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് എൻ്റെ പിതാവ് ജീവിക്കുന്ന കാലഘട്ടമെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു കുഗ്രാമത്തിലാണ്. വെള്ളവും വെളിച്ചമൊന്നുമില്ല. 1 കിലോമീറ്റർ നടന്നു പോകണം വെള്ളം കൊണ്ടുവരാൻ. എൻ്റെ പിതാവ് ഒരു കൂലിവേലക്കാരനായിരുന്നു. രാവകമില്ലാതെ അധ്വാനിക്കും. ഞങ്ങൾക്ക് കുറച്ച് പാറക്കെട്ട് പിടിച്ച സ്ഥലമുണ്ട്. അവിടെയെല്ലാം വെളുപ്പിന് എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് അധ്വാനിക്കും. ഒരു 7 മണിയാകുമ്പോൾ കൂലിപ്പണിക്ക് വേണ്ടി ഓടും. 3 മണി വരെ കൂലിപ്പണി കഴിഞ്ഞ് വന്നാൽ തിരിച്ച് വീണ്ടും അവിടെ അധ്വാനിക്കും, കഷ്ടപ്പെടും. എൻ്റെ പിതാവിനൊരു ആഗ്രഹം, ഒരു സ്വപ്നം, എങ്ങനെയെങ്കിലും വെള്ളവും വെളിച്ചവും ഉള്ളിടത്തൊരു വീട് വയ്ക്കണം. വർഷങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ മുഴുവൻ കൂട്ടിവെച്ചു. എൻ്റെ പിതാവ് മദ്യപാനിയോ പുകവലിക്കാരനോ അല്ലെങ്കിൽ വേറെ ഒരു ചീത്ത ശീലങ്ങളോ ഉണ്ടായിരുന്ന ആളല്ല. എന്തിനു പറയുന്നു, ഞങ്ങളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത്. ഞങ്ങൾ 3 ആൺമക്കളായിരുന്നു. ഞാൻ ഒരിക്കൽ അയലക്കത്തുള്ള ഒരു പറമ്പിൽ നിന്ന് ഒരടയ്ക്ക കട്ടെടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ അത് വടികൊണ്ട് തല്ലി ആ കിടന്ന സ്ഥാനത്ത് തന്നെ കൊണ്ടിടിപ്പിച്ചു. അത്ര നല്ല മനുഷ്യനായിരുന്നു. ഒരുപാട് ഇല്ലായ്മ ഉണ്ടെങ്കിലും ആ ശരിയായത് ചെയ്യണമെന്നുള്ള ആ ചിന്തയുള്ള ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വർഷങ്ങൾ അധ്വാനിച്ച പണം മുഴുവൻ ഒരു സ്ഥലം മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്തു. ആ സ്ഥലത്തിന് വെള്ളവും വെളിച്ചമൊക്കെ ഉള്ള വഴിയിൽ ഈ പൈസ മുഴുവൻ കൊണ്ടു കൊടുത്തു ഒരു വ്യക്തിക്ക്. അദ്ദേഹം ഈ പണം മേടിച്ചു. അദ്ദേഹം പണമായിട്ട് മദ്യപിക്കാൻ പോയി. അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്നുള്ള ആ ഒരു ന്യൂസ് എൻ്റെ പിതാവ് കേൾക്കുന്നത് കൂലിപ്പണി എടുക്കുന്ന വീട്ടിൽ വെച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബം. പെട്ടെന്ന് എൻ്റെ പിതാവിനും ഭ്രാന്ത് ബാധിച്ചു. അവനെ കൊല്ലൂന്നെല്ലാം പറഞ്ഞ് വലിയ ബഹളമെല്ലാം ഉണ്ടാക്കി. കൂടെ പണിതുകൊണ്ടിരുന്ന കൂലിപ്പണിക്കാരെല്ലാം കൂടി പിടിച്ച് കൈയും കാലും എല്ലാം കയറുകൊണ്ട് കെട്ടി ഒരു ടാക്സിക്കകത്ത് കയറ്റി. അന്ന് മൂവാറ്റുപുഴ പ്രദേശത്തെങ്ങും ഭ്രാന്താശുപത്രിയില്ല. അന്ന് തൃശ്ശൂർ ഭ്രാന്താശുപത്രി കൊണ്ടുപോയിട്ടു. അതിനു മുമ്പ് എൻ്റെ അപ്പൻ്റെ അനുജനെയും അപ്പൻ്റെ അപ്പനെയും എല്ലാം അവിടെ കൊണ്ട് ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അന്നേരം എൻ്റെ പിതാവ് അവരെയും പോകുമ്പോൾ കൂടെ പോയിട്ടുണ്ട്. അവിടെ ഷോക്ക് അടിപ്പിച്ചു, വിവിധ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. ഭ്രാന്ത് മാറുന്നില്ല. നാളുകൾ അവിടെ കിടന്നു. തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അന്ന് ഒരു ദിവസം 12 ഉറക്കഗുളിക കഴിക്കണം എൻ്റെ പിതാവിന്, സ്ലീപ്പിംഗ് പിൽസ്. ആരും സഹായിക്കാനില്ല. ഞാൻ ഇന്നെന്ന പോലെ ആ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്. എനിക്ക് അത്ഭുതത്തോടെ ഞാനൊരു കാര്യം ചോദിക്കണം സാർ. ഈ ഒരു വിജയത്തിന്റെ ഒരു വഴിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ പാസ്റ്റിനെ പറ്റി കുറെ അനുഭവങ്ങളൊക്കെ ആൾക്കാർ പറയും. എന്നിരിക്കലും സാർ ഇപ്പൊ പറയുന്ന ഇത്രയും ഒരു ഡീറ്റെയിലിൽ ഇത്രയും വിശദമായി പറയാനുള്ള ഒരു മനസ്സ്, അത് എവിടുന്നാണ്? അതിന്റെ ആ ഒരു സ്രോതസ് എവിടുന്നാണ് ഊർജത്തിന്? അത് പറയാനുള്ളതിന്റെ പിന്നിൽ ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. എന്നെ പോലെ സങ്കടപ്പെടുകയും നിരാശപ്പെടുകയും കരയുകയും ആവലാതിപ്പെടുകയും ചെയ്യുന്ന വലിയൊരു സമൂഹം നാം കാണാത്തവരും അറിയാത്തവരുമായിട്ടുണ്ട്. ഞാൻ പറയുന്ന വാക്ക് മൂലം ഒരാൾക്ക് ഒരു പുത്തൻ ഉണർവ് കിട്ടാൻ മുഖാന്തരമായെങ്കിൽ ഞാൻ ആ പറയുന്നതിൻ്റെ എല്ലാം ഗുണം അതുകൊണ്ട് കിട്ടിക്കഴിഞ്ഞല്ലോ. എൻ്റെ പിന്നിലുള്ള ഒറ്റയ്ക്കൊരു പ്രചോദനം അത് മാത്രമേ ഉള്ളൂ. ജോൺ കുര്യാക്കോസിന് 15 വയസ്സുള്ള ആ ചെറിയ ജോൺ കുര്യാക്കോസിന് അതുപോലെ പ്രചോദനം തന്ന എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് 15 വയസ്സിന് ശേഷം ഒരു ടേൺ അറൗണ്ട് സംഭവിച്ചത്? അതൊരു വലിയ അത്ഭുതമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ദൈവവിശ്വാസി ആയിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ മാഡത്തോട്, ഞങ്ങളുടെ വീട്ടിലെ ദുരിതം ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ പിതാവിനെ ഭ്രാന്താശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് ഒരു പ്രയോജനമില്ലാതെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ പിതാവിന് ഒരു ദിവസം 12 ഉറക്കഗുളിക കഴിക്കണം. ആരും സഹായിക്കാനില്ല. ഉള്ളത് പറഞ്ഞാൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരായിരുന്നു ഞങ്ങൾ. ആരും തിരിഞ്ഞു നോക്കാത്തൊരു വീടായിരുന്നു ഞങ്ങളുടെ വീട്. ബന്ധുക്കളും ആരുമില്ല. അത് അവരെ ആരെയും കുറ്റമല്ല, എല്ലാം സാധുക്കളായ മനുഷ്യരാണ്. അവർക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയുകയുമില്ല. എൻ്റെ അമ്മയെ എൻ്റെ പിതാവ് കൂലിപ്പണിക്ക് കൊണ്ടുപോയിട്ടില്ല ആയ കാലത്ത്. അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ, അമ്മയുടെ കഥ. അമ്മയുടെ അപ്പനും അമ്മയും 7 വയസ്സിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അനാഥയായ എൻ്റെ അമ്മ ഒരു നേരത്തെ ആഹാരം ചോദിച്ചുകൊണ്ട് ഒരു കീറത്തുണി എടുത്തുകൊണ്ട് വല്യമ്മയുടെ കൈ പിടിച്ച് വീടുകൾ തോറും ഇങ്ങനെ കയറി നടന്നു വന്ന കൂട്ടത്തിൽ കേവലം 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഞങ്ങളുടെ വീട്ടിലും വിവാഹത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. എന്നാൽ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന കാലത്ത് അന്ന് എൻ്റെ പിതാവ് അമ്മയെ വളരെ കാര്യമായി നോക്കിയിരുന്നു. അമ്മയെ കൂലിപ്പണിക്ക് പോലും കൊണ്ടുപോയിരുന്നില്ല. എന്നാൽ എങ്ങനെ കുടുംബം കഴിയും? എങ്ങനെ പിതാവിന് മരുന്ന് മേടിച്ചു കൊടുക്കും?
അമ്മ കൂലിപ്പണിക്ക് പോകാൻ ആരംഭിച്ചു. എൻ്റെ അമ്മ ഉച്ചവരെ കൂലിപ്പണി ചെയ്യും. ബാക്കി സമയം ആ വീട്ടിൽ അടുക്കളപ്പണിയെല്ലാം ചെയ്തു കൊടുത്താൽ അവിടെ ബാക്കി വരുന്ന ചോറും കറികളും എല്ലാം ഇന്നത്തെ മാതിരിയല്ല, ഒരു മൺചട്ടിക്കകത്താക്കി ഈ വാഴയിലയോ അല്ലെങ്കിൽ വട്ടയുടെ ഇലയോ എല്ലാം വെച്ച് മൂടി കൊണ്ടുവരുന്നത് കഴിക്കാൻ ഞാൻ കൊതിയോടെ ഇരുന്നിട്ടുണ്ട്. ആ കാലത്ത് ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് കരഞ്ഞിട്ടുണ്ട്. വയറു നിറയെ ആഹാരം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആർത്തിയായിരുന്നു. ഓണത്തിനും ക്രിസ്മസിനും മാത്രമേ അന്ന് വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. കുടുംബത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ തുടർന്നു വന്നു. വേറെ മാറ്റമൊന്നുമില്ല. പലപ്പോഴും എൻ്റെ പിതാവ് പെട്ടെന്ന് വയലൻ്റ് ആവും. ഒരു കാരണവും കൂടാതെ അമ്മയെ അടിക്കും. വീടിൻ്റെ പുറകിൽ പുളിമരമുണ്ട്. ആ പുളിയുടെ വടി വെട്ടിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കുന്ന ശബ്ദം പുറത്തു വന്നാൽ അമ്മയോട് കൈ കെട്ടിപ്പിടിക്കടി എന്ന് പറയും. സാധുവായ എൻ്റെ അമ്മ ഒരു അക്ഷരം തിരികെ വേണ്ടിയില്ല. ഈ പുറകിൽ 4-5 അടിയെല്ലാം അടിക്കും. അമ്മ ഒന്നും വേണ്ടില്ല. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പിതാവ് ഒന്ന് ശാന്തനായി പുറത്തേക്ക് അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പോൾ അമ്മ ഞങ്ങളെ വിളിച്ചിട്ട്, ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, നീലയും പച്ചയും എന്നുള്ള ഒറ്റയ്ക്കൊരു കൈലുകൊണ്ടേ അമ്മയ്ക്കുള്ളൂ. അത് ചോരയും തുണിയും കൂടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അമ്മ ചങ്കിനിട്ടിടിച്ച് കരയും. ഞാനും എൻ്റെ 2 സഹോദരങ്ങളും അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു. ഞങ്ങളുടെ വീടൊരു സങ്കടത്തിൻ്റെ കരച്ചിലിൻ്റെ വീടായിരുന്നു. അമ്മ കരുതി 3 തലമുറകളായി ഭ്രാന്ത് വന്നിരിക്കുകയല്ലേ, ഞങ്ങൾക്കും ഭ്രാന്ത് വരുമെന്ന്. 4ാമത്തെ തലമുറ. അമ്മയോർത്ത് മരിച്ചേക്കാം, എന്തിനു ജീവിക്കണം, സമാധാനമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, ഭക്ഷണമില്ല. അങ്ങനെ ഓർത്തപ്പോൾ അമ്മ 3 പ്രാവശ്യം അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആ കാലങ്ങളിൽ എൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ദൈവം ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ മരിക്കാനും അനുവദിക്കാത്ത ദുഷ്ടനായ ദൈവമാണ് ദൈവമെന്ന്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു മനുഷ്യൻ ഒരു പ്രാർത്ഥനായോഗത്തിന് പോകുന്നുണ്ട്. അദ്ദേഹം അമ്മയെ നിർബന്ധിച്ചു വിളിച്ചു. ഏലാമ്മ എന്ന അമ്മയുടെ പേര്. ഏലാമ്മയെ ഒന്ന് പ്രാർത്ഥനായോഗത്തിന് വരുമോ? അമ്മയ്ക്ക് പോകാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പല പ്രാവശ്യം അദ്ദേഹം നിർബന്ധിച്ച് വിളിച്ചപ്പോൾ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു. ഒരു ദിവസം ഒന്ന് പോയി. മേഡം, ഞാൻ ഉള്ളതുപോലെ പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഉടുത്തോണ്ട് പോകാനൊരു മുണ്ടില്ലായിരുന്നു. കക്ഷമെല്ലാം ഇവിടെ ഇങ്ങനെ കീറിയ ഒരു മഞ്ഞ നിറമൊക്കെ പിടിച്ച് കീറിയ ഒരു ചട്ടയിട്ട് താഴത്തെ വീട്ടിലെ മറിയാമ്മ ചേച്ചിയുടെ ഒരു വെള്ളമുണ്ട് വായ്പ മേടിച്ചെടുത്തുകൊണ്ട് ആദ്യമായിട്ട് അമ്മ പ്രാർത്ഥനായോഗത്തിന് പോയി. അങ്ങോട്ട് പോകുന്നത് ശരിക്കും കരഞ്ഞുകൊണ്ടാണ്. പക്ഷെ അമ്മ തിരിച്ചു വന്നപ്പോൾ അമ്മയുടെ മുഖത്ത് വലിയ സന്തോഷം. എല്ലാം ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അമ്മയോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന്. എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മോനെ, ഞാൻ പ്രസംഗം കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. പ്രസംഗിച്ച അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും സമാധാനമില്ലാതെ വന്നിട്ടുണ്ടോ? സമാധാനം തരുവാൻ ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ദൈവത്തെ വിളിക്കൂ, ദൈവം നിങ്ങൾക്ക് സമാധാനം തരുമെന്ന്. അമ്മ അവിടെ ഇരുന്നുകൊണ്ട് ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് വിളിച്ചു, എൻ്റെ യേശുവെ, എനിക്കൊരിറ്റ സമാധാനം തരണമെന്ന്. അമ്മയ്ക്ക് തികഞ്ഞ സമാധാനം കിട്ടി. എൻ്റെ മനസ്സിലൊരു നേരിയ വിശ്വാസം, ദൈവം ഉണ്ടോ? അമ്മയുടെ മുഖത്തെ പ്രകാശം കണ്ടപ്പോൾ, അതെ, സന്തോഷം കണ്ടപ്പോൾ. പക്ഷെ അന്ന് ഞാനോ കടുത്ത നിരാശയിലാണ്. നാട്ടിൽ ഞങ്ങളെ ആളുകൾ വിളിച്ചിരുന്നത് പ്രാന്തൻ കുര്യാക്കോൻ്റെ മക്കളെന്നാണ്. കുര്യാക്കോസ് എന്നാണല്ലോ പിതാവിൻ്റെ പേര്. കളിയാക്കി വിളിക്കും, പ്രാന്തൻ കുര്യാക്കോൻ്റെ മക്കൾ. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൻ്റെ നേരെ എതിർവശത്താണ് ഞങ്ങളുടെ കുരിശുപള്ളി. അവിടെ എൻ്റെ പിതാവ് വന്നിരുന്ന് ഒരു കീറിയ തോർത്തുകൊണ്ട് കൊടുത്ത് താടി രോമങ്ങളെല്ലാം ഇങ്ങനെ നീട്ടി തുപ്പലെല്ലാം ഒലിപ്പിച്ച് അവിടെ വന്നിരിക്കും. കൂടെ പഠിക്കുന്ന കുട്ടികൾ വിളിക്കും, അവർ പറയും, ദേടാ നിൻ്റെ അപ്പം ഭ്രാന്തനിരിക്കണമെന്ന്. എന്തൊരു നാണമായിരുന്നു അറിയാമെന്ന്. ആകെ സങ്കടം വരും. ഞാൻ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട്, അപകർഷതാബോധം കൊണ്ട് താഴേക്ക് കുനിഞ്ഞു മാത്രം നോക്കി നടന്ന മനുഷ്യനായിരുന്നു. ഒരിക്കലും ജീവിതത്തിൽ ഉയരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പഠിക്കാൻ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. പക്ഷേ എനിക്ക് SSLCക്ക് 600-ൽ 251 മാർക്ക് കിട്ടിയുള്ളൂ. അന്ന് ഫസ്റ്റ് ക്ലാസ് മാർക്ക് ഉണ്ടെങ്കിലേ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഞാൻ ആപ്ലിക്കേഷൻ ഫോം പോലും മേടിച്ചില്ല. പക്ഷെ സാറിന്റെ ഒരു രീതി വെച്ച് പ്രയത്നിക്കുന്ന ഒരാളാണ്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കാഞ്ഞിട്ടല്ല, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയാണോ? സാഹചര്യങ്ങൾ കൊണ്ട് മനസ്സ് മുഴുവൻ സങ്കടമായിരുന്നു, മുഴുവൻ നിരാശയായിരുന്നു. ഒരിക്കലും ഉയരില്ലെന്നുള്ളൊരു ചിന്ത. പ്രത്യേകിച്ച് കണക്കിന് എനിക്ക് 50-ൽ 7 മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ SSLCക്ക്.
എന്നാൽ എൻ്റെ ഭാസ്കരൻ സാർ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. പരമാവധി പരിശ്രമിച്ചു എന്നെ പഠിപ്പിക്കാൻ. സാർ എനിക്ക് യോജിക്കുന്ന ഒരു പേരാ വിളിച്ചിരുന്നത്. എടാ പൊട്ടാന്ന് എന്നെ വിളിച്ചിരുന്നത്. ശരിക്കും ബുദ്ധിയില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകാൻ സ്കൂളിൽ നിന്ന് 7 കിലോമീറ്ററോളം ഉണ്ട്. അന്ന് എൻ്റെ കൂട്ടുകാരെല്ലാം 10 പൈസ കൊടുത്ത് പ്രൈവറ്റ് ബസ്സിന് കയറിപ്പോവും. എനിക്ക് ആ 10 പൈസ തരാൻ ആരുമില്ല. ഞാൻ അവിടുന്ന് നടന്ന് വീട്ടിലേക്ക് പോരുമ്പോൾ എങ്കിലും സാറിനോട് ദേഷ്യം തോന്നിയിട്ടില്ല കേട്ടോ, എങ്കിലും സാറിനെ പൊട്ടണമെന്ന് വിളിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ എങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. മനുഷ്യരാരും കാണാതിരിക്കാൻ ഞാനിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്നതെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് എൻ്റെ മനസ്സിൽ ദൈവം ഇല്ലെന്നുള്ള ചിന്തയാണല്ലോ. പക്ഷെ അന്ന് കരയുന്നവരുടെ പിന്നാലെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. ഞാൻ തിരികെ വീട്ടിൽ വന്നു, കടുത്ത നിരാശ. എൻ്റെ അമ്മ 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചല്ലോ, ഞാൻ ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ അങ്ങ് മരിച്ചിരുന്നെങ്കിലുള്ള ചിന്തയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വലിയൊരു അത്ഭുതം എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. എൻ്റെ പിതാവിനെയും കൊണ്ട് പോകാത്ത പള്ളികളില്ല. ഈ കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ പള്ളികളിലും പോയി അസുഖം മാറാനായിട്ട്, ഭ്രാന്ത് മാറാനായിട്ട്. അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങി നടന്നു. ഈ പാലക്കടയിൽ കാവുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള, അവിടെ നിരന്തരം നേർച്ചയും വഴിപാടുമായിട്ട് നടന്നു. അവസാനം ഞങ്ങളുടെ വീട്ടിൽ ഒരു കാർപ്പൻറ്ററെ വിളിച്ചുകൊണ്ട് വന്നു, കുഞ്ഞപ്പൻ പണിക്കൻ. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വന്ന് മന്ത്രവാദം ചെയ്തു. ഭ്രാന്ത് മാറിയില്ല. എന്നാൽ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ സ്ഥിതി അന്നും മാറിയിട്ടില്ല. അമ്മ ഈ പ്രാർത്ഥനായോഗത്തിന് പോയൊരു വിശ്വാസം കിട്ടി. ഒരു കീറപ്പായിൽ ഇരുന്നുകൊണ്ട് അമ്മ ഏങ്ങലടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. സത്യമായിട്ട് ഞാൻ പറയട്ടെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട് എൻ്റെ പിതാവിൻ്റെ രോഗം എന്നേക്കുമായി സത്യമായും ദൈവം മാറ്റിക്കൊടുത്തു. ഞാൻ അന്ന് 15 രൂപ മതിയിലോ ഒരു മാസം ഫീസ് കൊടുക്കാൻ പ്രൈവറ്റ് കോളേജിൽ. പക്ഷെ എനിക്കത് തരാൻ എൻ്റെ പിതാവിനുണ്ടായിരുന്നില്ല. എന്നോട് പറഞ്ഞു, മോൻ റബ്ബർ വെട്ട് പഠിച്ചോളെ. അങ്ങനെ ഞാൻ റബ്ബർ വെട്ടുകാരനായിട്ട് ജീവിതം ആരംഭിച്ചു. റബ്ബർ വെട്ട് നടക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം, ഞാനിതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്, അവരെല്ലാം കൂട്ടമായിട്ട് കോളേജിലേക്ക് നടന്നു പോകുന്നത് കാണുമ്പോൾ ഞാൻ സങ്കടപ്പെടും. ഞാനന്ന് ഒരു തോർത്തുകൊണ്ടെടുത്ത് ഒരു തലയെക്കെട്ടൊക്കെ കെട്ടി റബ്ബർ വെട്ടിക്ക് നടക്കുക. ഞാൻ സങ്കടപ്പെട്ട് കരയും. റബ്ബർ മരത്തിൽ ഇങ്ങനെ ചാരി നിന്നുകൊണ്ട് ഞാൻ കരയും. എൻ്റെ ദൈവമേ, എനിക്കൊരു ജോലി തരുമോ? പഠിക്കുക എന്നുള്ള വലിയ സ്വപ്നവും ആഗ്രഹമായിരുന്നു. പക്ഷെ പഠിക്കാനുള്ള ബുദ്ധിയില്ല, കഴിവില്ല. ഒരു ജോലി തരുമോ എന്ന് ഞാൻ സങ്കടപ്പെട്ട് ചോദിച്ചത് ഇന്നും ഓർക്കുന്നുണ്ട്. ഒരു സ്ഥിര വരുമാനം വേണം എന്നുള്ള ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ ഈ മൂവാറ്റുപുഴയിൽ ആ ഡെന്റൽ ക്ലിനിക്കിൽ അറ്റൻഡറായിട്ട് ജോലി കിട്ടുന്നത്. മുമ്പ് സാറ് പറഞ്ഞു ഈ 250 രൂപ ശമ്പളത്തിന്റെ കാര്യം, പിന്നെ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ മണി മാനേജ്മെന്റ് ചെയ്താലാണ് 5 വർഷം കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാനുള്ള പൈസ റേസ് ചെയ്യാൻ പറ്റുക? കാരണം ഇപ്പോഴും ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്ന ആൾ ഈ ക്യാപിറ്റൽ റേസിംഗ് ആണല്ലോ ഏറ്റവും വലിയ കടമ്പ. എങ്ങനെയാണ് അത് ചെയ്തത് 5 വർഷത്തിൽ ഇത്ര തുച്ഛമായ ശമ്പളത്തിൽ? അതെ, പക്ഷെ മനുഷ്യർ പലരും നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നു. എന്തുകൊണ്ടോ ഞാനാരുടെയും പ്രസംഗം കേട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയൊന്നും വന്നുകൊണ്ടല്ല, ദൈവം തന്ന ഒരു ചിന്തയാണെന്നാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയും ഒരു ഡെന്റൽ ലാബ് തുടങ്ങണം എന്നുള്ള അടങ്ങാനാവാത്ത ആഗ്രഹം. അപ്പോൾ ഒറ്റ പൈസയും ചെലവഴിച്ചിട്ടില്ല. ഞാൻ ഉള്ളത് പറഞ്ഞാൽ, താഴെ ചായ മേടിക്കാനായിട്ട് പോകണം. ക്ലിനിക്കിൽ ജോലി ചെയ്യുമ്പോൾ 5 ചായ മേടിക്കാം. ഒരു ചായക്ക് 1 രൂപയാണ്. ഞാൻ 4 ചായയെ മേടിക്കുള്ളൂ. 2 സിസ്റ്റർമാരും 2 ഡോക്ടർമാരും. 1 രൂപ ബാക്കി വരുന്ന ഞാൻ പോക്കറ്റിലിടും. കാലത്തെയും വൈകിട്ടും ഓരോ രൂപ കിട്ടും. അന്നത്തെ കാലത്ത് 1 രൂപ എന്ന് പറഞ്ഞാൽ വലുതാണ്. ഒരു ഹോട്ടലിൽ ഒരിക്കലും കയറിയിട്ടില്ല. ആകെ ഞാൻ ഈ പൈസ, എനിക്ക് കിട്ടിയ പൈസയ്ക്ക് അത് ചെലവഴിച്ചിരിക്കുന്നത് ആ കാലത്ത് എൻ്റെ അമ്മയ്ക്ക് ഒരു മാലയുണ്ടായിരുന്നില്ല. ചരടിലായിരുന്നു താലി കെട്ടിയിരുന്നത്. 3 മാസം അധ്വാനിച്ചു. 750 രൂപ എടുത്ത് അന്ന് 1 പവൻ സ്വർണം മേടിച്ച് എൻ്റെ അമ്മയ്ക്കൊരു മാല മേടിച്ചു കൊടുത്തു. എൻ്റെ അമ്മയ്ക്ക് ഉടുക്കാൻ മുണ്ടില്ലായിരുന്നു. അമ്മയ്ക്കൊരു സാരിയും ബ്ലൗസും മേടിച്ചു കൊടുത്തു. എൻ്റെ പിതാവിന് ഒരു HMT വാച്ചും ഒരു ഡബിൾ മുണ്ടും ഒരു ഷർട്ടും മേടിച്ചു കൊടുത്തു. വേറെ ഒരൊറ്റ പൈസ പോലും ഞാൻ ചെലവഴിച്ചിട്ടില്ല. എല്ലാം കൂട്ടി വെച്ചു. ആ കാലത്ത് പല പല ചിട്ടികളും കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടി 1 പൈസ പോലും ചെലവഴിക്കാതെ 5 വർഷം
കഠിനാധ്വാനം ചെയ്തു. 5.25 വർഷം, കൃത്യമായി പറഞ്ഞ 5.25 വർഷം കഠിനാധ്വാനം ചെയ്തു. 5 ലക്ഷം രൂപയോളം സമ്പാദിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപ ലോൺ എടുത്തു. ലോൺ കിട്ടുന്ന കാര്യം തന്നെ അത്ഭുതമാണ്. ശരിക്കും ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ കുറച്ച് പാറക്കെട്ട് പിടിച്ച സ്ഥലമുണ്ട്, പക്ഷേ സർവേ നമ്പർ തെറ്റിക്കിടക്കുക. ഞാൻ നിരാശപ്പെട്ടില്ല. ഞാൻ അയൽവക്കത്തുള്ള ഒരു അമ്മയ്ക്ക് മുണ്ട് കൊടുത്ത ആ വീട്ടിലെ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എനിക്കൊന്ന് ബാങ്കിൽ വെക്കാൻ വസ്തു തരാമോ, ഈട് വെക്കാൻ. അദ്ദേഹം ആ വസ്തു തന്നു. അദ്ദേഹം തന്ന വസ്തു വെച്ചാണ്, കൊലാട്രൽ സെക്യൂരിറ്റി വെച്ചാണ് ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് മാത്യു സാറ് 15 ലക്ഷം രൂപ ലോൺ തന്നു. അങ്ങനെ ആകെ 20 ലക്ഷം രൂപ സ്വരുക്ക് കൂട്ടി. അങ്ങനെയാണ് 88-ൽ 6 ജോലിക്കാർ വെച്ച് ഞാനും ചേട്ടനും അനുജനും ഉണ്ട് ഒരു ചെറിയ സ്ഥലത്ത് 290 സ്ക്വയർ ഫീറ്റിൽ ഡെൻകെയർ തുടങ്ങുന്നത്. ഞാൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് തിരികെ പോവുകയാണ്. ഈ 88-ൽ ഡെൻകെയർ തുടങ്ങുന്നു. അന്ന് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് R&D എന്നുള്ള വാക്കിനെ കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലായിരിക്കും, പക്ഷെ വളർച്ച വേണമെന്നുള്ള ഒരു വിഷൻ ഉണ്ടല്ലോ. അതിനെങ്ങനെയാണ് പ്രത്യേകിച്ചും ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ട ഒരു പ്രോഡക്റ്റിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് അതെങ്ങനെയാണ് മൂവാറ്റുപുഴയിൽ ഇരുന്ന് ചെയ്തത്? മൂവാറ്റുപുഴയിൽ തുടങ്ങിയ സമയത്ത് ആകെ 2 പ്രോഡക്റ്റേ ഉള്ളൂ. ഞാൻ ചിന്തിച്ചു, അന്ന് തുടങ്ങിയപ്പോൾ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ജോലികൾ ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം ഓർഡറുകൾ കിട്ടി ആദ്യമേ തന്നെ. കാരണം ഞാൻ ആ ക്ലിനിക്കിൽ നിന്ന് പ്രവൃത്തി പരിചയം, ആ കാലത്ത് പരിചയപ്പെട്ട ചില ഡോക്ടേഴ്സ്, നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഡോക്ടേഴ്സ്. തുടങ്ങുമ്പോൾ ഒരു 6-7 ഡോക്ടേഴ്സേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് ഡോക്ടേഴ്സ് ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നു തുടങ്ങി. ഇങ്ങോട്ട് ഇവിടെ വർക്ക് കൊണ്ടുത്തരും ഡോക്ടേഴ്സ്, മൂവാറ്റുപുഴ കൊണ്ടുത്തരും. ഡോക്ടേഴ്സ് തന്നെ വണ്ടി ഓടിച്ച് കൊണ്ടുത്തരും. പിന്നെ കൊറിയർ സർവീസിൽ വർക്കുകൾ അയച്ചു തരും. പിന്നീട് അങ്ങ് പ്രശസ്തി വർദ്ധിച്ചു വന്നു. അപ്പോൾ എൻ്റെ മനസ്സിലും ആഗ്രഹം പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണം. ലോകത്തിൽ എവിടെയെങ്കിലും ഡെന്റിസ്ട്രിയിൽ എന്തുണ്ടാകുന്നുണ്ട്, എന്ത് നടക്കുന്നുണ്ടെന്ന് അറിയാൻ ഞാൻ യാത്രകൾ ചെയ്യാൻ ആരംഭിച്ചു. അത് ഓർമ്മയുണ്ടോ? ആദ്യത്തെ ഒരു വിദേശ യാത്രയൊക്കെ 91-ലാണ് ഞാൻ ആദ്യമായി വിദേശത്തേക്ക് പോകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 91 അല്ലെങ്കിൽ 92 ആദ്യം. എങ്ങോട്ടായിരുന്നു അത്? ആദ്യമായി ഞാൻ വിദേശത്തേക്ക് യാത്ര ചെയ്ത് ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലോകത്തിലെ തന്നെ എനിക്കൊന്ന് ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ കാര്യത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു അത് ഐവോക്ലാർ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അത് ആ രാജ്യത്താണ്, സ്വിറ്റ്സർലൻഡിന് തൊട്ട് ചേർന്ന രാജ്യം, ചെറിയ സ്ഥലം. അപ്പോൾ ഈ സെറാമിക് ടെക്നോളജി പഠിക്കാനായിട്ടാണ് ഞാൻ അവിടെ പോയത്. അവിടെ പോയി അതൊരു പുതിയ കാഴ്ചപ്പാട് കിട്ടുന്ന ഒരു യാത്രയായിരുന്നു. ഞാൻ 10ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. പക്ഷെ ഞാനൊരു അത്യാവശ്യക്കാരനായിട്ട് വരുമ്പോൾ മുക്കി മൂളിയൊക്കെ ആണെങ്കിൽ ഞാൻ സംസാരിച്ചു പോകും. അങ്ങനെ സംസാരിച്ച് പിന്നെ എനിക്ക് സംസാരിക്കാനൊരു പ്രയാസം ഇല്ലാണ്ടാവുക, അതാണല്ലോ ശരിയായ രീതി. അവിടെ ചെന്നപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സേബർ ഹിൽബേ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഞങ്ങളെ ഇത് പഠിപ്പിക്കുന്നത്, ഈ സെറാമിക് ടെക്നോളജി പഠിപ്പിക്കുന്നത്. മെറ്റലിൻ്റെ പുറത്ത് സെറാമിക് കോട്ട് ചെയ്യുന്ന ഒരു അതാണ് സെറാമിക്, പോർസലിൻ ഫ്യൂസ്ഡ് മെറ്റൽ എന്ന് പറയും. അത് അദ്ദേഹം ചെയ്യുമ്പോൾ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് അദ്ദേഹം ചെയ്യുന്നു. ഓരോന്നിനും അദ്ദേഹം പ്രാധാന്യം നൽകുന്നു. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു. ഞാനത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. പ്രിസിഷൻ. ഞാൻ നമ്മുടെ ആളുകളെ ഒരിക്കലും കുറ്റം പറയുകയാണെന്ന് കേൾവിക്കാർക്ക് തോന്നില്ലല്ലോ. നമ്മുടെ ആളുകളുടെ ഒരു ചിന്ത ഒരു 70-80% ഒന്ന് ഭംഗിയായാൽ ഓക്കെ ആയി എന്നാ ചിന്ത. എന്നാൽ അവര് 100-ലും ശരിയാവണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ പ്രവർത്തിക്കും. ഏതൊരു കാര്യം, ഒരു ടൈലൊട്ടിക്കുവാണെങ്കിലും ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ആണെങ്കിലും എല്ലാം 100-ല് 100 വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ജർമ്മൻസ്, യൂറോപ്യൻസ്, സ്വിറ്റ്സർലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ളവർ. അപ്പോൾ ഞാൻ ഓർത്തു, അവർക്കങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? അതെൻ്റെ ഒരു കണ്ണ് തുറക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഞാൻ ഇവിടെ വന്നു, പുതിയ പ്രോഡക്റ്റുകൾ ഓരോന്ന്. പിന്നെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ആരംഭിച്ചു. ലോകത്ത് എവിടെ ഏത് പുതിയ ടെക്നോളജി ഉണ്ടോ അത് കാണാൻ പോകും. എക്സിബിഷൻ, കോൺഫറൻസുകൾ, ഡെന്റൽ കോൺഫറൻസുകൾ, ട്രെയിനിങ്ങുകൾ. എന്തുമാത്രം പ്രാവശ്യം ജർമ്മനി പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 300 പ്രാവശ്യത്തിൽ കൂടുതൽ മിനിമം ജർമ്മനിയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ജർമ്മനിയിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ ജർമ്മൻ ലാംഗ്വേജ് മാത്രമേ അറിയാവുള്ളൂ, ജർമ്മൻ ഭാഷ മാത്രമേ അവർക്ക് അറിയാവുള്ളൂ. അവർ അന്ന് എത്ര വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരിക്കലുണ്ടായ ഒരു അനുഭവം പറയാം. ഞാൻ ഇവിടുന്ന് അന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് ആയിട്ടില്ല.
കൊച്ചിയിലാം പഴയ airport നേവിയുടെ ആണ്. പഴയ എയർപോർട്ടും ഉള്ളൂ. ഇവിടുന്ന് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് അതിൽ യാത്ര ചെയ്ത് മുംബൈ ചെല്ലും. മുംബൈയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ട് വരെ യാത്ര ചെയ്യാൻ 25,000 രൂപ മതി. എന്നാൽ അന്ന് 25,000 വലിയ തുകയാണ്. വലിയ എമൗണ്ടാ. പക്ഷേ ടാക്സിക്ക് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണമെങ്കിൽ 5,000 രൂപ വേണം അവിടെ കണക്ഷൻ. അവിടെ. അതേസമയം ട്രെയിനിന് പോവുകയാണെങ്കിൽ കേവലം 500 രൂപ മതി. എനിക്കുണ്ടായ ഒരു അനുഭവം, ഞാൻ ഒരിക്കൽ ട്രെയിൻ സ്റ്റേഷനിൽ ചെന്നു. അവരും റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞത്, അത് ഫ്രീ ആയിട്ട് പോവാം. അവിടെ വരെ ചെന്ന് തൊട്ടടുത്താണ് ഫ്ലുഗാഫൻ എന്ന് പറയണേ മറ്റേ എയർപോർട്ടിന്. അതങ്ങനെ ട്രെയിനുണ്ട്, അവിടെ ചെന്നു. ഞാൻ ഓർത്തു എനിക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് പോകാൻ പേരെഴുതി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, ട്രെയിനിൻ്റെ നമ്പറും കാണും. ഞാൻ വിചാരിക്കുന്നത് ഇംഗ്ലീഷിലാണെന്നാ. ഇവരത് എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ ജർമ്മൻ ലാംഗ്വേജിലാണ്. ഞാൻ വിഷമിച്ചു. ഞാൻ പലരോടും എനിക്കറിയാവുന്ന രീതിയിൽ ഇംഗ്ലീഷ് മുക്കി മൂളിയൊക്കെ ചോദിച്ചു. ഒരൊറ്റ മനുഷ്യർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. ഞാൻ വശം കെട്ടു. ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ ഓർത്തു ആകെ ട്രാക്ക് ഏതാണ്, പ്ലാറ്റ്ഫോം ഏതാണ്, അത് മാത്രമെങ്കിലും അതിൻ്റെ നമ്പറെങ്കിലും ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ. ഞാൻ അവിടെ നിരാശപ്പെട്ടു. തിരികെ ടാക്സി വിളിച്ച് ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അങ്ങനെ പോയ കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു. ഇതെല്ലാം പോസിറ്റീവ് തിങ്കിങ് ആകണമെന്ന് ചിന്തിച്ചൊന്നുമല്ല. ഞാൻ ഓർത്തു 1 മുതൽ 100 വരെ എണ്ണാൻ എങ്ങനെയെങ്കിലും പഠിക്കുകയാണെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. ഞാൻ ആ ടാക്സിക്കാരനോട് ചോദിച്ചു, ഇതെന്താണ്? അതങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ, അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അങ്ങനെ ഒരു പ്രകാരത്തിൽ ചോദിച്ചു, എഴുതിയെടുത്തു. എയിൻസ്, സ്വൈ 2, ദ്രൈ, ഫിയർ, ഫിൻഫ്, സെഗ്സ്, സീബൻ 7, ഓക്ട് 9, സെയിൻ 10. ടാക്സി യാത്രകൾ എല്ലാം എഴുതിയെടുത്തു. ഒറ്റ യാത്രയല്ല, പിന്നീടുള്ള യാത്രയിലും പിന്നെ അത് വീണ്ടും ഓർമ്മ പുതുക്കി. എൽഫ്, സെൽഫ്, ദ്രൈസൻ, ഫിയസൻ, ഫിംസൻ, സെക്സൻ, സീപ്സൻ, ഓക്സൻ, നൈൻസൻ, സ്വാൻസിക്. എയിൻ ഉണ്ട്, സ്വാൻസിക് 1 ഉണ്ട്, സ്വാൻസിക് എന്നാ അവർ പറഞ്ഞത്. സ്വൈ ഉണ്ട്, സ്വാൻസിക്. ഡ്രൈ ഉണ്ട്, സാങ്സിക്. ഫിയർ ഉണ്ട്, സാങ്സിക്. ഫിംഫ് ഉണ്ട്, സാങ്സിക്. ജഗ്സ് ഉണ്ട്, സാങ്സിക്. ജീവൻ ഉണ്ട്, സാങ്സിക്. ഓക്ട് ഉണ്ട്, സാങ്സിക്. നോയിൻ ഉണ്ട്, സാങ്സിക്. ഡ്രൈസിക്, ഫിയർസിക്, ഫിൻസിക്, സെക്സിക്, സീപ്സിക്, ഓക്സിക്, നോയിൻസിക്, 100. 100 വരെ എണ്ണം പഠിച്ചു. ചെറിയ ചെറിയ വാക്കുകൾ. ഇഷ്മിൻ ടെക്നിക്കർ ഓഫ് കൗഫ്മാൻ. ഇതെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആഗ്രഹം വരുമ്പോൾ, എന്നെ കേൾക്കുന്ന കേൾവിക്കാരോട് ഞാൻ പറയുകയാണ്, അടങ്ങാനാവാത്ത ആഗ്രഹം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു മേഖലയില്ല. ദൈവത്തിൻ്റെ കരുണയുടെ കൂടെ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോ 10-300 ജർമ്മൻ യാത്ര എന്ന് പറയുമ്പോൾ ഇപ്പൊ ജർമ്മൻ നന്നായി പറയാവുന്ന അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ പറയാവുന്ന അവസ്ഥയിൽ എത്താൻ എനിക്ക് തോന്നുന്നു അവര് കുറച്ചുകൂടി ഇംഗ്ലീഷ് പറയുമല്ലോ. അവർ ഇംഗ്ലീഷ് പറയും. ഇപ്പൊ നല്ലപോലെ ഇംഗ്ലീഷ് പറഞ്ഞ ധാരാളം ആളുണ്ട്. ഇത് ഞാൻ 34 വർഷം മുമ്പുള്ള കാര്യമല്ലേ പറഞ്ഞു, 34 വർഷം മുമ്പുള്ള കാര്യം. അപ്പൊ ഈ ടെക്നോളജി യാത്ര ചെയ്ത് പുതിയ കാഴ്ചകളും അനുഭവങ്ങളും കണ്ട് അത് അഡോപ്റ്റ് ചെയ്യുന്നു. പിന്നീട് കുറച്ചുകൂടി വലിയ സ്കെയിലിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് R&Dയുടെ വളർച്ചയെക്കുറിച്ച് ഞാൻ എടുത്ത് ചോദിക്കാൻ കാര്യം, 10ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരാൾ ഇത്രയും ടോപ്പ് ടെക്നോളജിക്കൽ ആ ഒരു ഇന്നോവേഷൻസ് യൂസ് ചെയ്ത് ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതിനകത്ത് കുറെ പാഠങ്ങളുണ്ട്. എങ്ങനെയാണ് അത് ചെയ്തത്? തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ ലോകത്തിൽ എന്തെല്ലാം ഡെന്റിസ്ട്രിയിലുണ്ടോ അത് മുഴുവനും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മൂവാറ്റുപുഴയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു. ഓരോ യാത്രകൾ പോകുമ്പോഴും ഒരു ഉദാഹരണം പറയാം. 15 വർഷം മുമ്പാണ് ലേസർ സിൻഡറിങ് ടെക്നോളജി ഇവിടെ വരുന്നത്, ഡെന്റിസ്ട്രിയിൽ വരുന്നത് വേൾഡിൽ. അന്ന് ഞാൻ ജർമ്മനിയിൽ ഇൻ്റർനാഷണൽ ഡെൻ്റൽ കോൺഫറൻസിന്, അതൊരു വലിയ കോൺഫറൻസ് ആണ്, 2 വർഷത്തിലൊരിക്കലുള്ളതാണ്. അത് കൊളോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്, ജർമ്മനിയിൽ. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. 20 മൈക്രോൺസിൻ്റെ മെറ്റൽ പൗഡർ സ്പ്രേ ചെയ്യുന്നു, അത് ലേസർ ഉപയോഗിച്ച് സെൻറ്റർ ചെയ്യുന്നു. അതിങ്ങനെ ഏതാനും മണിക്കൂറുകൾ, ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ പല്ലിൻ്റെ രൂപത്തിൽ അതിൻ്റെ ഫ്രെയിമായി വരുന്നു. ഒരു ഹാഫ് ഡേ മുഴുവൻ ഞാനത് അത്ഭുതത്തോടെ നോക്കി നിന്നു. അന്ന് 5 കോടി രൂപ വിലയാണ് ആ ഒരു മെഷീൻ. എങ്ങനെ ഈ മെഷീൻ ഇവിടെ ഇന്ത്യയെ കൊണ്ടുവരണം? 2 മെഷീൻ ഒരുമിച്ച് ഞാൻ ഓർഡർ കൊടുത്തു. 15 വർഷം മുമ്പ് ആ മെഷീൻ ഇവിടെ കൊണ്ടുവന്നു. ഇന്ന് 5 മെഷീൻ ഉണ്ടത്, 2 മെഷീനായിട്ട് പുതു വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ എന്തെല്ലാം ഡെന്റിസ്റ്റിൽ വരുന്നു അതെല്ലാം ഇവിടെ കൊണ്ടുവരണം എന്നുള്ള അതിയായ ആഗ്രഹം. പുതിയ പുതിയ ടെക്നോളജികൾ എന്ത് വന്നാലും അതിവിടെ അഡാപ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ധാരാളം യാത്രകൾ ആവശ്യമാണ്.
ഓരോ സ്ഥലങ്ങളിൽ യാത്രകളും ട്രെയിനിങ്ങുകളും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡെൻ്റൽ ടെക്നീഷ്യൻ കോഴ്സ് യൂണിവേഴ്സിറ്റി തന്നെ ഏറ്റവും ഉയർന്ന മാർക്കോടെ പാസ്സായി. ഡെൻ്റൽ ടെക്നീഷ്യൻ കോഴ്സ് അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാർ പിന്നീട് ഡെന്റ് കെയർ സന്ദർശിക്കാൻ സന്ദർശിപ്പോൾ അദ്ദേഹം കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ തരികയും ഡെന്റ് കെയറും താങ്കളും ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു മുതൽക്കൂട്ടാണെന്ന് അദ്ദേഹം പറഞ്ഞ് എന്നെ അഭിനന്ദിച്ചതെല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മുടെ കണക്ക് സാറ് അന്നത്തെ സാഹചര്യം കൊണ്ടാണെങ്കിലും അങ്ങനെ വിളിച്ചതിൽ ദുഃഖം തോന്നിയെങ്കിലും പിന്നീട് ഒരു അധ്യാപകൻ തന്നെ. തീർച്ചയായിട്ടും. അല്ലേ? രാഘവേന്ദ്ര ജയേഷ് സാറ് വളരെ എന്നോട് സ്നേഹമായിരുന്നു. ഞാൻ അവിടെ ചെയ്യുന്ന കാലത്തും എൻ്റെ പ്രാക്ടിക്കൽ കൊണ്ട് കാണിക്കുമ്പോൾ എന്നെ ഏറ്റവും ആദ്യം വിളിച്ച് കാണിച്ച് നോക്കിയൊക്കെ വിടുവായിരുന്നു. അത് ടോപ്പറായിരുന്നു അല്ലേ? ടോപ്പറായിട്ടല്ലേ ഗ്രാജുവേറ്റ് ചെയ്തത്? അപ്പൊ ഈ ഒരു ഘട്ടമൊക്കെ ആയപ്പോഴേക്കും റിക്രൂട്ട്മെന്റിന്റെ തോത് സ്വാഭാവികമായിട്ടും കൂടി കാണുമല്ലോ. അതായത് ഇപ്പൊ ഈ എക്വിപ്മെന്റ് 2 മേടിച്ചുകൊണ്ട് വന്നു, പക്ഷെ ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് ആൾക്കാർ വേണം, അതിന്റെ മെയിൻ്റെനൻസ്, പല 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 കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു വളർച്ച എങ്ങനെയായിരുന്നു? അതായത് മൂവാറ്റുപുഴയിൽ നിന്ന് തന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്? മൂവാറ്റുപുഴയിൽ നിന്ന് ഞാൻ അന്നും ആ കാലത്തും നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, ഈ പ്രാന്തപ്രദേശങ്ങളിൽ ഒരു 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ ജോലിക്കാർ. അവർ പലരും +2 കഴിഞ്ഞിട്ട് അവർക്ക് ജോലിയില്ല, പ്രത്യേകിച്ച് ലേഡീസ്. അവരെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്തു. ഞങ്ങളൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി, ഡെൻകെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ ടെക്നോളജി. 1.5 വർഷം കൊണ്ട് ഒന്നും അറിയാൻ പാടില്ലാത്ത പുതിയ ആളുകളെ, +2 കഴിഞ്ഞ ആളുകളെ എടുക്കുന്നു. അവരെ വ്യക്തമായിട്ട് ശരിയായിട്ടൊരു ബേസ് ഇട്ട് തിയറിയും പ്രാക്ടിക്കലും എല്ലാം അവിടെ പഠിപ്പിക്കുന്നു. 1.5 വർഷം കഴിഞ്ഞ് അവരെ ജോലിയിലേക്ക് അബ്സോർവ് ചെയ്യുന്നു. അവർക്ക് നമുക്ക് പറ്റുന്നതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള വേതനം കൊടുക്കുന്നു. ആദ്യകാലത്ത് തുടങ്ങുമ്പോൾ ജെൻസിനെ മാത്രമേ എടുത്തിരുന്നുള്ളൂ. ഇത് ഏത് സമയത്താണ് സാർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട് അത് സ്ഥാപനം തുടങ്ങി അധികം വൈകാതെ തന്നെ ഇത്ര എസ്റ്റാബ്ലിഷ് ചെയ്തു വന്നത് ഒരു 10 വർഷമായിട്ടുള്ളൂ. 2015 കാലഘട്ടത്തിലാണ് അത്. പക്ഷേ നേരത്തെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാതെ നമുക്ക് വേറെ ഇന്ത്യയിൽ പഠിപ്പിക്കാൻ മാർഗമില്ല. ഇന്ത്യയിൽ ഡെൻ്റൽ കോളേജുകൾ ഉണ്ടെങ്കിലും ഇപ്പൊ ചില കോളേജുകളൊക്കെ വന്നു. നമുക്ക് കേരളത്തിൽ സീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 60 സീറ്റേ ആകെയുള്ളൂ. അല്ല, ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സ്. അത് ഒരു കൊല്ലം 60 ടെക്നീഷ്യൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് 10 പേര് പോലും ഈ ഫീൽഡിൽ നിൽക്കുന്നില്ല. അവർ ഈ ഫീൽഡ് വിട്ട് പോകുന്നു, അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ളവർ തന്നെ വെളിയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അപ്പം നമ്മൾക്ക് ടെക്നീഷ്യൻസിന്റെ ആ ലഭ്യതക്കുറവ് അത് വലിയ പ്രയാസമായിട്ട് വന്നപ്പോൾ ഞാൻ നല്ലൊരു എല്ലാ ഫെസിലിറ്റീസോടും കൂടി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. 30 ഡോക്ടേഴ്സ് ഉണ്ട് നമുക്കിവിടെ, സീനിയർ ടെക്നീഷ്യൻസ് ഉണ്ട്. അതിനകത്ത് ഏതാനും ചില ഡോക്ടേഴ്സാണ് ഇത് പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കോഴ്സും കൂടെ തുടങ്ങി, ഞാൻ പിന്നീട് വിട്ടുപോയെങ്കിലും എന്ന് ഓർത്താൽ BSc ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സ്, ഡിഗ്രി കോഴ്സ് തുടങ്ങി ഇവിടെ എനപ്പോയ് യൂണിവേഴ്സിറ്റി ആയിട്ട് സഹകരിച്ചുകൊണ്ട്. അത് UGC അംഗീകാരമുള്ള ഒരു കോഴ്സാണ്. BSc ഇൻ ഡെന്റൽ ടെക്നീഷ്യൻ 3 വർഷത്തെ കോഴ്സാണ്. അത് ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ഇപ്പോൾ കിട്ടി. ഈ കോഴ്സുകളൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അത് കഴിയുമ്പോൾ ഉടനെ തന്നെ ഇന്റേൺഷിപ്പ് വഴിയും ഒക്കെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കയറാനുള്ള. തീർച്ചയായിട്ടും. അല്ലെങ്കിലും ധാരാളം അവസരങ്ങളുണ്ട്. ഈ BSc ഡെന്റൽ ടെക്നീഷ്യൻ പഠിക്കുന്നവർക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലിക്ക് പോവാം, അതിനുള്ള അവസരങ്ങളുണ്ട്. എല്ലാറ്റിലും പ്രധാനമായ കാര്യം, നമ്മുടെ ഇവിടെ ഇല്ലാത്ത വേറെ ഒരു, എത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ആണെങ്കിലും ഏത് എക്യുപ്മെന്റും വേറെ എങ്ങും ചെന്നാൽ അവർക്ക് കാണാൻ കഴിയില്ല. അത്രമാത്രം എല്ലാ ഫെസിലിറ്റീസും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇവിടെ വന്ന് പഠിക്കുന്നവർക്ക് ലോകത്തിൽ എവിടെ ചെന്നാലും അവർക്ക് അംഗീകാരമാണ്. ഡെൻകെയറിൽ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്ക് ജോലി കിട്ടും. ഞാനിത് മൂവാറ്റുപുഴ എന്നുള്ളത് കണക്ട് ചെയ്ത് ചോദിക്കാൻ കാര്യം, ഒരു 2 ആഴ്ച മുമ്പ് ആകസ്മികമായിട്ട് ഡെൻകെയറിൽ ഒരു ഡെന്റൽ സ്കാൻ എടുക്കാനായിട്ട് ഞാൻ വന്നിരുന്നു. അപ്പോൾ വന്ന് കയറുന്നത് വരെ നമ്മൾ മൂവാറ്റുപുഴയിലാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ഇതാണല്ലോ. ഇത് ഓഫീസിനകത്തേക്ക് വന്ന് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യമായും ഇത് വേറൊരു സ്ഥലത്ത്, ഇന്ത്യയിലെ ഏതോ ഒരു ടോപ്പ് ടിയർ സിറ്റിയിലെ ഒരു ഓഫീസ് സെറ്റപ്പിനുള്ളിൽ വന്ന ആ ഒരു പ്രൊഫഷണൽ ഫീൽ എനിക്ക് ലഭിച്ചു. അപ്പോൾ അന്ന് ഞാൻ ആലോചിച്ച കാര്യം ഇതാണ്, എങ്ങനെയാണ് മൂവാറ്റുപുഴ പോലൊരു സ്ഥലത്ത് നിന്ന് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സും ട്രെയിനിങ് പ്രോസസ്സും അത്ര കറക്റ്റായി ചെയ്താൽ മാത്രമേ ഈ പ്രൊഫഷണലിസം വർഷങ്ങളോളം നമുക്ക് നിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് എടുത്ത് ചോദിച്ചത്. എനിക്കൊന്ന് നിങ്ങളുടെ തന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അതിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? അത് ഒരു കാര്യമാണ്. പക്ഷെ അതിലെല്ലാം ഉപരി ഈ ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇന്നും ജോലി ആവശ്യമുള്ളവരുണ്ട്. എത്രയോ പേര് ചോദിക്കുന്നു. ഇന്നും ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻസ് നമ്മുടെ സ്ഥാപനത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. പലരും ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് പലയിടത്തും ബോർഡ് വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ഞങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റാത്ത ഒരു
വേദനയും സങ്കടവും മാത്രമേ ഉള്ളൂ. എന്തുമാത്രം എൻക്വയറീസാണ് വരുന്നത്. ഏതെല്ലാം രാഷ്ട്രീയക്കാരും MLA-മാരും പലരും റെക്കമെൻഡ് ചെയ്ത് ഒന്നും എടുക്കണം. ഇന്ന് കാലത്ത് തന്നെ ഒരു എറണാകുളത്ത് നിന്ന് ഹൈബി ഈഡൻ MP വിളിച്ചു, ഒരു ജോലി കൊടുക്കാമെന്ന് ചോദിച്ചു, MBA കഴിഞ്ഞൊരു കുട്ടിക്ക്. എന്നും ധാരാളം അങ്ങനെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. പക്ഷെ കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം അത്രമാത്രം ഞങ്ങളുടെ അടുത്ത് ജോലി കിട്ടാൻ അത്രമാത്രം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ എത്രയുണ്ട് വർക്ക് ഫോഴ്സ്? ഇപ്പൊ എല്ലാവരും കൂടെ 4290 കൃത്യം നമ്പർ. ഇത് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകളിലും പലയിടങ്ങളിലും പലയിടങ്ങളിലുമായിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ മൂവാറ്റുപുഴയാണ്. 6 സ്ഥലങ്ങളിൽ 6 സംസ്ഥാനങ്ങളിൽ നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അവിടെ 30 മുതൽ 30-40 ആളുകളെ ഓരോ യൂണിറ്റിലുള്ളൂ. പക്ഷെ മുഴുവൻ ആളുകൾ ഇവിടെ തന്നെയാണ്. പിന്നെ UK-യിലും USA-യിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും UAE-യിലും എല്ലാം മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അവിടെ എല്ലാം ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉള്ളൂ. പ്രോഡക്റ്റ് എല്ലാം ഇവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നു, ഇവിടുന്ന് കയറ്റി അയക്കുന്നു. എല്ലാത്തിനെയും സ്ഥിര കേന്ദ്രം മൂവാറ്റുപുഴ തന്നെയാണ്. ഇവിടെ 450 പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു. അതാത് യൂണിറ്റുകളിൽ 10 പ്രോഡക്ട്സ് കൂടുതൽ ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഇത്രയധികം ആപ്ലിക്കേഷൻസ് വരുമ്പോൾ എന്ത് മാനദണ്ഡത്തിലാണ് എടുക്കുന്നത് ആൾക്കാരെ? മാഡം, മാനദണ്ഡം പ്രധാനമായിട്ട് ഞങ്ങൾ നോക്കുന്നത് ജോലിക്ക് ആവശ്യമുള്ളവരാണോ അവരെന്ന് ഞങ്ങൾ ആദ്യം ഒന്ന് വിലയിരുത്തും. ചിലരെല്ലാം ഭർത്താവ് ഗൾഫിലാണ്, ഭർത്താവ് ജോലിക്ക് പോയി കഴിയുമ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കുകയാണ്, അതുകൊണ്ട് ഒരു ജോലി തരുമോ? അങ്ങനെ ചോദിച്ചു വരുന്നവരെ ഞങ്ങൾ ഒരിക്കലും ജോലിക്ക് എടുക്കില്ല. അവർ വന്നാൽ നമുക്ക് പ്രയാസമാണ്. അവർ ജോലിക്ക് ആവശ്യക്കാരായിട്ടല്ല വരുന്നത്, അവർ നേരം പോക്കിന് വേണ്ടി വരുന്നവരാണ്. അങ്ങനെയുള്ളവർ ഒരിക്കലും ഡെൻകെയറിൽ കയറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആര് നിർബന്ധം പറഞ്ഞാലും കയറ്റില്ല. ജോലിക്ക് ആരാണോ ആവശ്യക്കാരായിട്ടുള്ള വരുന്നത് അവർക്ക് ജോലി കൊടുത്താൽ അവരത് സ്വന്തം പോലെ എല്ലാം ചെയ്യും. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതൊരു വലിയ സാമൂഹ്യ പ്രശ്നമായി തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാലമാണിത്. ഇവിടെ നാട്ടിൽ അവസരങ്ങളില്ല, വ്യവസായങ്ങളില്ല, അല്ലെങ്കിൽ വ്യവസായത്തിന് പറ്റുന്ന സാഹചര്യങ്ങളില്ല, കേരളത്തിൽ നിന്നൊക്കെ ഉള്ള ശബ്ദങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അതിനെതിരായ ഒരു ശബ്ദം, അല്ലെങ്കിൽ കേരളം വ്യവസായത്തിന് പറ്റിയ ഇടമാണ് എന്ന് പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് താങ്കൾ. ഒന്നുകൂടി പറയാം, എന്തുകൊണ്ടാണ് അങ്ങനെ? സാറിന്റെ അനുഭവം മാത്രമായിരിക്കുമെങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മാഡം, ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ കേരളം വ്യവസായത്തിന് പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണെന്നാണ് എന്നും പറയാറുള്ളത്. അത് ഇന്നും ആവർത്തിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ആളുകൾ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥാപനങ്ങളുണ്ട്. ഇനിയും ഈ വർഷം 3 സംസ്ഥാനങ്ങളിൽ തുടങ്ങാൻ പോവാണ്. ഇൻഡോറിൽ തുടങ്ങാൻ പോവാണ്, ചണ്ഡീഗഡിൽ തുടങ്ങാൻ പോവാണ്, വേറെ വിശാഖപട്ടണത്ത് തുടങ്ങാൻ പോവാണ്. ഇവിടെയുള്ള എല്ലാ ആളുകളെയും വെച്ച് നോക്കുമ്പോൾ, ജീവനക്കാരെ വെച്ച് നോക്കുമ്പോൾ, കേരളത്തിലെ ആളുകളോളം നല്ല ആളുകളെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ആളുകൾ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ, നമ്മുടെ സോഷ്യൽ മീഡിയ, ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല, വാട്സാപ്പ് കോർപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്നെ പേര് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറയാം, അതാ നല്ലത്. ഈ യൂണിവേഴ്സിറ്റി നല്ലതൊന്നും ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തി പറയല്ല. ഏതെങ്കിലും ഒരു തിന്മയായ വശം ഉണ്ടെങ്കിൽ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ, അത് എടുത്ത് പൊക്കി കാണിച്ച് ആ വാർത്തയുടെ പിന്നാലെ പോകാൻ ധാരാളം ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു നന്മ ചൂണ്ടിക്കാണിക്കാൻ ആരുമില്ല. ഞാൻ പറയാം, ഈ ഡെൻകെയറിൽ ഇത്രയും പേര് 4290 പേര് ജോലി ചെയ്യുന്നു. നാളെ വരെ ഈ 38 വർഷമായിട്ട് ജീവനക്കാരും മാനേജ്മെൻറ്റും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഒരിക്കൽ പോലും ഉണ്ടായതായിട്ട് ഒരു മനുഷ്യനും അത് കണ്ടുപിടിച്ച് പോലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോലും പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് പുറത്ത് ആരും അറിയാത്തത്? ഞാൻ പല സമ്മേളനങ്ങളും പല കോൺഫറൻസുകളിലും പല മോട്ടിവേഷൻ ടോക്കിലും എല്ലാം ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഡെൻകെയറിനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഇല്ല. അവർ പലർക്കും അറിഞ്ഞുകൂടാ. വേൾഡിൽ ഏറ്റവും കൂടുതൽ ബ്ലഡ് ബാങ്കിൻ്റെ അതിൻ്റെ പാക്കറ്റ് അത് ഉണ്ടാക്കുന്നത് എവിടെയാണ്? ട്രിവാൻഡ്രത്താണ്. ആർക്കും അറിഞ്ഞുകൂടാ. നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് അത് കാണിക്കാനായിട്ട്, അത് മനുഷ്യരിലേക്ക് എത്തിക്കാനായിട്ട്, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ ആളുകൾ മുതിരുന്നില്ല എന്നുള്ളത് സങ്കടകരമായൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരു ഭരണകർത്താക്കളുടെ ആളല്ല, സത്യം. എന്നാൽ ഇന്നത്തെ നമ്മുടെ വ്യവസായ മന്ത്രി, പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അദ്ദേഹം ഏതൊരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു പരിഹാരം അദ്ദേഹം ഉണ്ടാക്കി തരുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞു ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്തു മാറ്റം വന്നിട്ടുണ്ട് പഴയതിനെ അപേക്ഷിച്ച്? വളരെയേറെ മാറ്റം വന്നിട്ടുണ്ട്. 14 പ്രാവശ്യം സബ്സിഡി മേടിക്കാൻ
38 വർഷം മുമ്പ് എറണാകുളത്തേക്ക് ബൈക്ക് ഓടിച്ചു പോയ മനുഷ്യനാണ് ഞാൻ. എനിക്ക് സബ്സിഡി നിഷേധിക്കപ്പെട്ടു. എന്നാൽ ഇന്നോ ഏതെല്ലാം സബ്സിഡികളുണ്ട്. ഒരു ഡെൻ്റൽ ക്ലിനിക്ക് തുടങ്ങിയാൽ 4 ലക്ഷം രൂപ സബ്സിഡി കിട്ടും. ഇത് ജനങ്ങൾ അറിയുന്നുണ്ടെങ്കിലും അത് നല്ല വശമൊന്നും പറയുന്നില്ല. കേരളം കൊള്ളൂല എന്ന് പറയാനാണ് എല്ലാ ആളുകൾക്കും താല്പര്യം. അങ്ങനെ ഒരു വലിയ ലോബിയുണ്ട്. കേരളത്തിലെ ആളുകളല്ല, പുറത്ത് കേരളത്തിലേക്ക് വ്യവസായങ്ങൾ വരരുതെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്, പുറം രാജ്യങ്ങളിലുണ്ട്. കേരളം ചീത്തയാണെന്ന് ഞാൻ എങ്ങനെ പറയാൻ കഴിയും? എൻ്റെ കേരളം എങ്ങനെയും ഉയരണം എന്നല്ലേ ഞാൻ ആഗ്രഹിക്കേണ്ടത്. ഏതെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതെടുത്ത് പൊക്കി പറയാതെ നന്മകളുള്ളത് കണ്ടിട്ട് അതൊന്ന് ഉറക്കെ പറയാൻ തുടങ്ങിയാൽ എത്രയോ വ്യവസായികൾ ഇങ്ങോട്ട് വരും. ഇപ്പം ഞാൻ എൻ്റെ അനുഭവമല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. പല സ്ഥലങ്ങളിലും പല സ്ഥാപനങ്ങളിലും എന്തുകൊണ്ടാണ് ആളുകൾ സമരം ചെയ്യുന്നത്, ആളുകൾ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതിന് ബേസിക്കായിട്ടൊരു കാര്യമുണ്ട്. ഞാനൊരു ഓൺട്രപ്രണറാണ്. എൻ്റെ മനസ്സ്, എൻ്റെ ആറ്റിറ്റ്യൂഡ്, ഞാനുള്ളത് കൊണ്ട് ഈ 4000 പേര് ജീവിക്കുന്നെന്നാണ് എൻ്റെ മനോഭാവമെങ്കിൽ 100% തെറ്റല്ലേ? ഞാൻ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ദിവസം നോക്കിയാൽ 2 അല്ലെങ്കിൽ 3 പല്ലുണ്ടാക്കാൻ പറ്റും. 6000-ഓളം പല്ലുകൾ വിവിധ വിധങ്ങളിലുള്ള വിവിധ ടൈപ്പുകളിലുള്ള, ഞാൻ പറഞ്ഞല്ലോ 450-ഓളം പ്രോഡക്ട്സുകൾ, 6000 പല്ലുകൾ ഒരു ദിവസം ഇവിടുന്ന് ഉണ്ടാക്കി വിടണം. ഞാൻ ഒരാൾ വിചാരിച്ചാൽ എന്ത് നടക്കും? 3 പല്ലുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ജീവനക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ വളരുന്നത്, ഡെൻകെയർ വളരുന്നത്. അതുകൊണ്ട് അവർ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് ഞാൻ അവരെ ആദരിക്കുന്നു. നാടൻ ഭാഷയിൽ പറയും, മുടി ഉണ്ടെങ്കിൽ 4 പാടും കെട്ടാം, ഭിത്തി ഉണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാവൂ എന്നൊക്കെ. പക്ഷെ ഭിത്തി മാത്രം ഉണ്ടായാൽ വല്ല ഗുണമുണ്ടോ? വരയ്ക്കാൻ ആള് വേണം. ആ വരയ്ക്കാനുള്ള ആളുകൾ ആദരിക്കണം. അവരും നമ്മുടെ കൂടെ വളരണം. അതിനൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യവസായിയും വ്യക്തിപരമായി ചോദിച്ചുകൊള്ളൂ. ഒരൊറ്റ വ്യവസായവും ഇവിടെ ഒരു പരാജയവും വരില്ല. ഇവിടെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ കഴിയും. അങ്ങോട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. നമ്മുടെ ജോലിക്കാരുള്ള മനോഭാവം, അവരെ ആദരിക്കാൻ തുടങ്ങുന്നു. ഗിവ് ആൻഡ് ടേക്ക്, ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. ആ ഒരു ചിന്താഗതി ഇന്ന് പലർക്കും ഇല്ല. ഞാൻ കുറ്റം പറയല്ലേ, വ്യവസായ സമൂഹത്തെ ആക്ഷേപിക്കല്ലേ, എന്തുമാത്രം നല്ല വ്യവസായങ്ങൾ ഇവിടെ നടന്നു പോകുന്നുണ്ട്. കുറ്റം പറയാനാണെങ്കിൽ അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് നെഗറ്റീവ് തിങ്കിങ് മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് എന്തുണ്ട്? ഞാൻ ആളുകളെക്കുറിച്ച് 100 വട്ടം നല്ലത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എല്ലാ മനുഷ്യരും എല്ലാം തികഞ്ഞവരാണെന്ന് പറയുന്നില്ല. നമുക്കില്ലേ പോരായ്മകൾ? എല്ലാ ഹ്യൂമൻ ബീയിങ് ആണ്, അവർക്ക് പോരായ്മകളുണ്ട്. ഞാൻ പലപ്പോഴും നമ്മുടെ എംപ്ലോയീസിനോട് പറയാറുണ്ട്, എവ്രിവൺ മേക്ക് മിസ്റ്റേക്ക്, യു മസ്റ്റ് അഡ്മിറ്റ് ദ മിസ്റ്റേക്ക്, ലേൺ ഫ്രം ഇറ്റ്, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ആ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് പ്രൊക്ലെയിം ചെയ്ത് പറഞ്ഞ് അവരെ തേജോവധം ചെയ്യുക, അവരെ ഇല്ലായ്മ ചെയ്യുക, അതിനുള്ള ശിക്ഷ നടപടികളിലേക്ക് പോകുന്നതിന് പകരം അവർക്ക് കൂടുതൽ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു, അതിന് വേണ്ടതായ സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള സാഹചര്യം വന്നതെന്ന് നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നു. മാത്രമല്ല, എല്ലാറ്റിലും ഉപരിയായി എൻ്റെ സ്ഥാനത്ത് അവരായിരുന്നെങ്കിൽ, അതിലും പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ കാര്യമാണെങ്കിലും ഒരു നന്മ കണ്ടാൽ അത് ഉയർത്തി പറയുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എല്ലാവരും കേൾക്ക പറയുന്നു. ഞങ്ങളുടെ എംപ്ലോയീസിനോട്, പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് സ്റ്റാഫിനോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം, അവരെ വഴക്ക് പറയണമെങ്കിൽ ഒരു കാരണവശാലും തൊട്ടടുത്തിരിക്കുന്ന ആൾ കേൾക്കാൻ പാടില്ല എന്ന്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ ഞാൻ കൈകാര്യം ചെയ്തിരിക്കും. കാരണം അവരെ ശബ്ദമെടുത്ത് ഒച്ചയെടുത്ത് മറ്റുള്ളവരെ അറിയിച്ചിട്ട് എന്ത് കാര്യം? വഴക്ക് പറയുന്നത് ആരും കേൾക്കാതെ, അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എല്ലാവരും കേൾക്കെ. ഇതൊക്കെ ഞാൻ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് പഠിച്ച ചില പാഠങ്ങളാണ്. അതുകൊണ്ട് കേരളം വ്യവസായത്തിന് പറ്റിയ മണ്ണല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിക്കുന്നവർ വേറെ ഏതെങ്കിലും ലോബികളുടെ ആളുകളാണെന്നാണ് എളിയവനായ എൻ്റെ ഇത്രയും വർഷത്തെ 38 വർഷത്തുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ആ അനുഭവത്തിൽ നിന്ന് തന്നെ ഡ്രോ ചെയ്ത് ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയിൽ ഒരു ജോലി സമ്പാദിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സംരംഭകനാകാൻ താല്പര്യമുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. നാട്ടിൽ നിൽക്കാൻ താല്പര്യമുള്ളവരുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ എങ്കിലും നിൽക്കുന്നവർക്ക് സംരംഭകന ഒരു ബിസിനസ് ചെയ്യണം, കുറച്ചു പേർക്ക് ജോലി കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പൊ അങ്ങനെ ഒരാളിന് തുടങ്ങാൻ എന്താണ് വേണ്ടത്? മൂലധനമായി, പണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മനുഷ്യന്റെ മനസ്സിനുള്ളിൽ എന്താണ് വേണ്ടത്? മാഡം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ സ്പാർക്കാണ്, അടങ്ങാനാവാത്ത ആഗ്രഹം. ഒന്ന്, എൻ്റെ നാടിനുള്ള സ്നേഹം, എനിക്ക് എൻ്റെ ഈ നാട്ടിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹം.
ഒന്നാമത്തെ കാര്യം. എൻ്റെ നാടിന് ഞാൻ മൂലം എന്തെങ്കിലും ഗുണം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. ഞാൻ മൂലം എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ സമൂഹം അനുഗ്രഹിക്കപ്പെടണം, നാട് അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ സംസ്ഥാനത്തിന് ഗുണം കിട്ടണം. ആ എൻ്റെ സംസ്ഥാനത്തോടുള്ള സ്നേഹം. ഇത് ഞാൻ ചുമ്മാ പറയുന്ന വാക്കുകളല്ല. പലരും ഇവിടുന്ന് ചെറുപ്പക്കാരിന്ന് വോട്ടാണ്. അവിടെ ചെന്ന് അവർക്ക് വല്യപ്പന്മാരെയും തുണി കഴുകി കൊടുക്കാനും തറ തുടയ്ക്കാനും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അവരെ കുളിപ്പിക്കാനും ഒന്നും ഒരു പ്രയാസമില്ല. ഇവിടെ നാട്ടിൽ ഏതെങ്കിലും നല്ല കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കൊടുക്കും എൻ്റെ നേരെ കുതിര കയറുമെന്ന് അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ നെഗറ്റീവ് മാത്രം കാണുന്നു. ഇവിടെ സാഹചര്യമുണ്ട്. ഞാൻ ചോദിക്കട്ടോ, നമ്മുടെ നാട് ഏറ്റവും പ്രകൃതിദത്തമായി ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന സ്വന്തം ദൈവത്തിൻ്റെ നാട് തന്നെയല്ലേ? ദുബായിൽ മണൽ മാത്രമല്ലേ ഉള്ളൂ, മണലാരണ്യല്ലേ അത്. എന്നാൽ അവിടുത്തെ എന്തുകൊണ്ട് ആളുകൾ ടൂർ പോകുന്നു? എന്തുകൊണ്ട് ആളുകൾ അവിടെ ചെല്ലുന്നു? അവരെന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഒരു നാച്ചുറാലിറ്റി അവരെങ്ങനെയാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെയോ നമ്മുടെ നാട് ശരി സ്വർഗമാണ്. നമ്മുടെ മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡ് മാറണം, ആ ചിന്താഗതി മാറണം. കേരളം കൊള്ളൂല എന്നുള്ള ചിന്ത മനസ്സിൽ നിന്ന് വേരോടെ പിഴുതെടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ നാട് ഈ നദികളും കുളങ്ങളും ഈ പുഴകളും എല്ലാം ഭംഗിയായിട്ട് സംരക്ഷിക്കാൻ പാകത്തിനൊരു ചിന്താഗതി പുതിയ തലമുറയിലേക്കും വന്നു കഴിഞ്ഞാൽ ടൂറിസം മാത്രം മതി നമുക്കിവിടെ ജീവിച്ചു പോകാൻ. ഇത് ഞാൻ സത്യമായും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ പലരും അങ്ങനെയല്ല. എൻ്റെ സ്വന്തം കാര്യം എങ്ങോട്ടും വലിച്ചെറിയാൻ ആർക്കും പ്രയാസമില്ല. എന്ത് സാധനവും വലിച്ചെറിയാൻ പ്രയാസമില്ല. ഞാൻ പറയാം, ഡെൻഗേർ 4.5 കോടി രൂപയോളം മുടക്കിയാണ് STP പ്ലാന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഞങ്ങൾ കൈ കഴുകുന്ന ഒരു തുള്ളി വെള്ളം പോലും താഴെ അങ്ങ് അണ്ടർഗ്രൗണ്ടിലാണ് കൈ കഴുകുന്നത്. ഞങ്ങളുടെ ക്യാൻറ്റീൻ അവിടുന്ന് ഏറ്റവും താഴെയുള്ള നിലയിൽ അവിടുന്ന് വെള്ളം അടിച്ച് മുകളിൽ കയറ്റി ഏറ്റവും മുകളിലാണ് STP. അവിടെ ശുദ്ധി ചെയ്ത് ആ വെള്ളം തന്നെയാണ് ഞങ്ങളുടെ ഫ്ലഷ് ടാങ്കിൽ ഉപയോഗിക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ഒരിക്കലും ഓടയിലൂടെ ഒഴുക്കി വിടുകയില്ല. ഇത് ലോകത്തുള്ള മുഴുവൻ ആളുകളും കേൾക്കുന്ന ചാനലാണെന്ന് എനിക്കറിയാം. അവർ വന്ന് എന്തു പരിശോധനകളിലും നടത്താൻ ഞാൻ എല്ലാവരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇളക്കി മറിച്ച് JCB വെച്ച് കുത്തി പൊളിച്ച് വേണമെങ്കിൽ അവർ അന്വേഷിച്ചോട്ടെ. ഒരു തുള്ളി വിടില്ല. കാരണം എൻ്റെ നാട്, ഞങ്ങളുടെ പുഴ, നമ്മുടെ ഈ ജലാശയങ്ങൾ ഒരിക്കലും മലിനീകരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരു പേപ്പർ പോലും ഇവിടെ കത്തിക്കില്ല. അതാത് ആഴ്ചകളിൽ ബ്രഹ്മപുരം പ്ലാന്റിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചു അവിടെ കൊടുക്കും. ഇങ്ങനെ ചിന്താഗതി നമ്മുടെ മാറിയാൽ, ഇതെല്ലാം വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ നാട്ടിലേക്ക് ആളുകൾ, ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഡെൻ്റൽ ടൂറിസം വർദ്ധിക്കും, മെഡിക്കൽ ടൂറിസം വർദ്ധിക്കും. എന്തുമാത്രം ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കിട്ടും. ഒരു കാലത്ത് അധികം വൈകാതെ തന്നെ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളവും വളർന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇന്ന് പോയ ആളുകളെല്ലാം തിരികെ വരുമെന്ന് മാത്രമല്ല, അവിടെയുള്ള ആളുകൾ ജോലി അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സാറ് ബിസിനസ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ അത് വേറൊരു സമയമാണ്. ഇപ്പോഴത്തെ തലമുറ അത് വേറൊരു സമയമാണ്. ഇപ്പോൾ എൻടൈറ്റിൽമെന്റ് എന്നുള്ള ഒരു വാക്കുണ്ട്. അതായത് ഇപ്പോൾ ഒരു കുടുംബത്തിലെ മക്കളുടെ എണ്ണം കുറവാണ്. ഇപ്പോൾ മാതാപിതാക്കൾ കൂടുതൽ പേരും നല്ല സൗകര്യങ്ങളൊക്കെ കൊടുത്ത്, അത് ഏത് ഒരു ക്ലാസ്സിൽ ഉള്ള ആളാണെങ്കിലും മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ അത് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന മക്കളാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഒരു പ്രശ്നം അത് സാറിന് തോന്നുന്നുണ്ടോ? അതോ അതൊരു പുകമറ മാത്രമാണോ? ആറ്റിറ്റ്യൂഡ് ഇല്ലാകില്ല. പക്ഷേ പലർക്കും പെട്ടെന്ന് പണക്കാരാവണം. മനുഷ്യരുടെ ചിന്ത എങ്ങനെയാണ്? പെട്ടെന്ന് പണക്കാരാവണം. വ്യവസായം തുടങ്ങുന്ന ആളുകൾക്കും പലർക്കും അങ്ങനെയുള്ള ചിന്തയാണ്. ഏത് കുറുക്കുവഴിയിലൂടെയും പണക്കാരാവണം എന്നുള്ള ചിന്ത. അതൊരു ശരിയായ കാഴ്ചപ്പാടല്ല. ഈ സക്സസ്സിന് കുറുക്കുവഴികളൊന്നുമില്ല. ഒരു സ്റ്റെപ്പും കട്ട് ചെയ്ത് ഒരു ബിസിനസ് പ്രോപ്പറായിട്ട് തുടങ്ങിക്കൊണ്ട് പോകാൻ കഴിയില്ല. തുടങ്ങാൻ കഴിയില്ല, അത് നിലനിർത്താൻ കഴിയില്ല. പലതും തുടങ്ങുന്നു, പക്ഷെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതായിട്ട് കാണുന്നില്ല. അതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം, പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ അവർ നിരാശരാകുന്നു. അല്ല, ഒരു ഫെയിലിയർ വരുമ്പോൾ തീർന്നു എന്ന് അവർ ചിന്തിക്കുന്നു. അങ്ങനെയല്ലല്ലോ. ഫെയിലിയേഴ്സ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ് എന്ന് നമ്മൾ പറയും. പക്ഷെ അത് വാക്കിൽ പറയുന്ന മാത്രമേ ഉള്ളൂ. ഫെയിലിയേഴ്സ് വരും. ഞാൻ ഏതെല്ലാം ഫെയിലിയേഴ്സ് കണ്ട് കേട്ട് വളർന്നു വന്ന മനുഷ്യനാണ്. പല വ്യവസായം തുടങ്ങുന്നു, ഏതാനും നാൾ കഴിയുമ്പോൾ അല്പം പണമെല്ലാം ഉണ്ടായി, ഉടനെ തന്നെ അവർ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പണം വിഡ്രോ ചെയ്യുന്നു. ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണ്. എന്നും ഒരു വ്യവസായി ഒരു അച്ചടക്കമുള്ള ഒരു ജോലിക്കാരനായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അച്ചടക്കമുള്ള ഒരു ജോലിക്കാരൻ. സാറിനൊരു ശമ്പളം ഉണ്ടോ? എനിക്ക് ശമ്പളമുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ശമ്പളമുണ്ട്. ഞാൻ എല്ലാ ദിവസവും കാലത്ത് ചെന്നാൽ അപ്പോൾ തന്നെ പഞ്ച് ചെയ്യും. തിരികെ പോരുമ്പോൾ നിശ്ചയമായിട്ടും ഞാൻ പഞ്ച് ചെയ്യും. ഞാൻ ഒരു അച്ചടക്കമുള്ള ജോലിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനകത്തുള്ളൂ. ഈവൻ ഞങ്ങളുടെ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കണമെങ്കിലും ക്യൂ നിൽക്കണം. മാനേജ്മെൻറ്റ് സ്റ്റാഫിന് പ്രത്യേക ക്യൂ ഒന്നുമില്ല.
എല്ലാവരും അങ്ങനെ അച്ചടക്കമുള്ള ജോലിക്കാരായിട്ട് ജോലി ചെയ്യുന്നവർ മാത്രം മതി ഡെൻകെയറിൽ ജോലി ചെയ്യാനെന്നാണ് എൻ്റെ ചിന്ത. ധാരാളം ഡോക്ടേഴ്സ് ഉണ്ട്, 30ഓളം ഡോക്ടേഴ്സ് ഉണ്ട്, വളരെ ഉന്നത പദവിയിലുള്ള CEO ഉണ്ട്, CFO ഉണ്ട്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുണ്ട്, എല്ലാ വലിയ ആളുകളെല്ലാം ഉണ്ട്. പക്ഷേ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി പ്രത്യേക ക്യൂ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയില്ല. എല്ലാവരും തുല്യരാണ്. സർ, പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പണത്തെക്കുറിച്ച് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പോൾ കോവിഡ് സമയത്ത് മറ്റൊരു പ്രസംഗത്തിൽ സാർ പറഞ്ഞു കേട്ടതാണ്, ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡ് കാലഘട്ടത്തിൽ അതൊന്നും പ്രയോജനപ്പെട്ടില്ല, ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടി. ആ ഒരു സമയത്തിൽ നിന്ന് പഠിച്ചത് എന്താണ്? അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു അത്? തീർച്ചയായിട്ടും ഒരു കാലത്ത് ഞാൻ ലോൺ എടുത്താൽ പോലും ഒരു 10% മാറ്റി ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. ധാരാളം ഭൂമി വാങ്ങിക്കൂട്ടി. കോവിഡിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 20-30 വർഷം മുമ്പ് ഭൂമി മേടിച്ചു കൂട്ടി. അന്നൊക്കെ നല്ല പ്രോഫിറ്റ് ഉണ്ട്, ഇന്നത്തെ മാതിരിയില്ല. അന്നത്തെ പ്രോഫിറ്റ് റേഷ്യോ വളരെ ഹൈ ആണ്. കാരണം ഞാൻ ഏകാധിപതിയെ പോലെയാണ്. അപ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടുന്നു, ഒരു രീതിയിലും തീർത്താൽ തീരാത്ത മാതിരി ജോലിയുണ്ട്. അപ്പോൾ കിട്ടിയ പണം മുഴുവൻ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ വിചാരം ഇരുന്നത് കോവിഡ് വരുന്നിടം വരെ ഏതെങ്കിലും ഒരു കാരണവശാൽ പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഭൂമി ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ പണം കിട്ടുമെന്നായിരുന്നു. എന്നാൽ കോവിഡ് വന്നപ്പോൾ ഈ ഭൂമി വെറും വേസ്റ്റ് ആണെന്നുള്ളൊരു ചിന്ത വന്നു. ഒരു രീതിയിൽ ഒരു മനുഷ്യൻ മേടിക്കാത്ത ഒരു സംഗതി വന്നു. വേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് പ്രയോജനപ്പെട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു പാൻഡമിക് വന്നതായിട്ട് നമുക്ക് ആർക്കും ഓർമ്മ പോലുമില്ല, ഇങ്ങനെ വരുമെന്ന് ചിന്തയില്ല. ഞാനാണെങ്കിൽ 100 രൂപ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാത്ത മനുഷ്യനായിരുന്നു. വേറെ ഒരിടത്തും എങ്ങും ഒരു പൈസ വകമാറ്റി വേറെ എന്തെങ്കിലും കാര്യത്തിന് ചിലവഴിക്കുകയോ ഡെപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഭൂമിയിലാണ് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ അന്ന് ഞാൻ സങ്കടപ്പെട്ട കാലമായിരുന്നു. അന്ന് ഞാൻ പല പാഠങ്ങൾ പഠിച്ചു. നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്ന്, ആരും നമുക്ക് ഒരു ആപത്ത് വരുമ്പോൾ തുണ നിൽക്കുന്നവർ ആരുമില്ലെന്ന് ഞാൻ പറയുന്നില്ല. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ് എന്ന് പറയുമല്ലോ. അങ്ങനെ ഏതാനും ചിലർ വിരൽ എണ്ണാൻ പോലും ഇല്ല, 2-3 പേര് മാത്രമേ അന്ന് കൂടെ നിന്നവരുള്ളൂ. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ് എന്ന് ചിന്തകന്മാർ പറയുമല്ലോ. എന്നെ സംബന്ധിച്ച് അത് വളരെ യാഥാർത്ഥ്യമാണ്. ആരും തുണയില്ലാത്ത കാലമായിരുന്നു 2020. എല്ലാം തീർന്നല്ലോ എന്ന് ചിന്തിച്ച കാലമായിരുന്നു 2020. വീടടക്കം 10-60 ഏക്കർ സ്ഥലമുണ്ട്, ടൗണിൽ തന്നെ ധാരാളം സ്ഥലമുണ്ട്, ബാംഗ്ലൂർ പട്ടണത്തിലുണ്ട്, വിവിധ സ്ഥലങ്ങളിലുണ്ട്. അതെല്ലാം കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എങ്ങനെയെങ്കിലും സാധുക്കളായ എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഈ സ്റ്റാഫിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം. സ്ഥാപനം ഒരിക്കലും കൊടുക്കരുത്. ശമ്പളം കൊടുക്കണം. സ്ഥാപനം വിൽക്കാൻ വേണമെങ്കിൽ എനിക്ക് വിറ്റ് എൻ്റെ കാര്യം നോക്കിയാൽ മതി. പക്ഷെ അത് തെറ്റായ ചിന്താഗതിയല്ലേ. ഞാൻ ഓർത്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണം. ഞാൻ വശം കെട്ടു. 18.5 കോടി രൂപ ഫീൽഡിൽ കിട്ടാൻ കിടക്കുന്നു, ആരും പൈസ തന്നില്ല. കരഞ്ഞു ചോദിച്ചു ഡോക്ടേഴ്സിനോട്. പല ക്ലിനിക്കുകളും നിർത്തിപ്പോയി. ധാരാളം പ്രോഡക്റ്റുകൾ ഇരുന്ന് ഫിറ്റ് ചെയ്യാൻ പറ്റാതെയായി. എല്ലാം കൊണ്ടും വശം കെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ്, റിസർവ് ബാങ്ക് ഒരു സഹായം ചെയ്തു. 20% ലോൺ എക്സ്ട്രാ എടുക്കാമെന്ന്. 28 കോടി രൂപ ലോൺ എടുത്തു, സ്റ്റാഫിന് ശമ്പളം കൊടുക്കാനും ദൈനംദിന കാര്യത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ദൈവത്തിൻ്റെ അത്ഭുതകരണം കൊണ്ട് അവിടെ പിടിച്ചു നിന്നു. അന്ന് ഞാൻ ചില പാഠങ്ങൾ പഠിച്ചു. ഒരിക്കലും നമ്മൾ എവിടെയെങ്കിലും ഒരു 3 മാസം ശമ്പളം കൊടുക്കാനുള്ള ഫണ്ടെങ്കിലും ഏത് വിധേനെങ്കിലും എവിടെയെങ്കിലും നമ്മൾ സൂക്ഷിച്ചു വെക്കണം. എമർജൻസി ഫണ്ട്. ഇന്ന് ഞാൻ ദൈവകരുണയിൽ ആശ്രയിച്ച് പറയട്ടെ, ഇന്ന് 3 മാസത്തെ ശമ്പളം കൊടുക്കാൻ റിസർവ് ഫണ്ട് ഞങ്ങളുടെ കൈവശം ഇപ്പോൾ ബാങ്കിൽ കിടക്കുന്നുണ്ട്. ഈ ശമ്പളം കൊടുക്കാനുള്ള പൈസ അതിനും അപ്പുറത്തേക്ക് ഒരു മൊത്തത്തിൽ ആസ് എ ബിസിനസ് മാൻ ഒരു ഫിനാൻഷ്യൽ സ്ട്രാറ്റജി മാറ്റുന്നതിന് ഈ ഒരു കാലഘട്ടം കാരണമായോ? തീർച്ചയായിട്ടും. ഇന്ന് ഞങ്ങൾ ധാരാളമൊന്നും ചെയ്യാനുള്ള കാര്യങ്ങളായി വരുന്നേ ഉള്ളൂ. പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് ഞങ്ങൾ മാറ്റി. വിവിധ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുക, വിവിധ രീതിയിൽ മറ്റേ പ്രൈവറ്റ് ഇക്വിറ്റി ആയിട്ട് അവിടെ അങ്ങനെ എവിടെയെങ്കിലും നിക്ഷേപിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വരികയാണ്. എന്നാലും 3 മാസത്തേക്ക് ശമ്പളം കൊടുക്കുന്നതിന് ഇന്ന് ഒരു പ്രയാസം നേരിട്ടാൽ അതിനുള്ള ഫണ്ട് ഇന്ന് അവിടെ ബാങ്കിൽ ഞങ്ങൾ അവിടെ കരുതിയിട്ടുണ്ട്. കാരണം ആ കാര്യത്തിൽ ഞങ്ങൾ പാഠം പഠിച്ചു. 2020 ഞങ്ങൾ പാഠം പഠിച്ചു. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ 2021 കലണ്ടർ ഫീനിക്സ് പക്ഷിയുടെ പടം വെച്ചിട്ടാണ് ആദ്യത്തെ കലണ്ടർ. എല്ലാം കത്തി തീർന്നെടുത്തുന്ന ചാരത്തിൽ നിന്ന് ഒരു എഴുന്നേറ്റത് പോലെയായിരുന്നു ഡെൻകെയറിന്റെ അവസ്ഥ. ഈ പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തീരെ പണമില്ലാതിരുന്ന ആ ഒരു അവസ്ഥയിൽ
മനുഷ്യർ നമ്മളോട് പെരുമാറിയിരുന്നതും പണം വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള പെരുമാറ്റവും ആ ഒരു വ്യത്യാസം അത് അനുഭവത്തിലുണ്ടോ? അങ്ങനെ അനുഭവത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പണം ഉണ്ടായതുകൊണ്ടെന്നുള്ള രീതിയിലല്ല. ആളുകൾക്ക് എന്തുകൊണ്ടോ എന്നോട് വലിയ സ്നേഹമാണ്. എവിടെ ഞാനൊരു മോട്ടിവേഷണൽ ടോക്കിന് ചെന്നാലും ഞാനൊരു എളിയവനാണെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ കരഞ്ഞ് കരഞ്ഞ് ജീവിച്ച മനുഷ്യനാണെന്നുള്ള ആ ഒരു കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. രണ്ട് കവി പാടിയിരിക്കുന്നത് പോലെ മാളികാമുകളിലിരിക്കുന്ന മന്നിൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നത്. നാളെ ഒരു പക്ഷേ എനിക്ക് മാഡത്തിന് മുമ്പിൽ വന്ന് ഒരു ജോലി തരുമോ എന്ന് ചോദിച്ച് കൈ നീട്ടിട്ട് വന്നേക്കാം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച്. ഒരു ബിസിനസ്സുകാരൻ്റെ കാര്യം എന്നും അങ്ങനെയാണ്, എന്തും സംഭവിക്കാം. അല്ലെങ്കിൽ അത്രമാത്രം ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയരണം, അല്ല ഉയർന്നു നിരിക്കട്ടെ. എന്തെല്ലാം ഉണ്ടെങ്കിലും എന്തെല്ലാം ആണെങ്കിലും എന്താ പ്രയോജനമുള്ളേ? ഞാനിത് രണ്ടും അനുഭവിച്ച മനുഷ്യനാണ്. കടുത്ത ദാരിദ്ര്യം അനുഭവിച്ചു. ഒരു ഷർട്ടിയുടെ മൂട് കീറി നിക്കറിട്ടുകൊണ്ടാണ് പോയിരുന്നത്. ആരെങ്കിലും പഠിച്ചു പഴകിയ പുസ്തകങ്ങളാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. എന്തിനു പറയണു, ഒരു പുസ്തകം പൊതിയുന്ന മനോരമയുടെ ഒരു ന്യൂസ് പേപ്പർ അത് കിട്ടാൻ വേണ്ടി 4-5 വീടുകളിൽ വേനൽ അവധിക്കാലത്ത് കയറി ഇറങ്ങി നടന്നിട്ടാണ് പുസ്തകം പൊതിയാനുള്ള പേപ്പർ കിട്ടിയിരുന്നത്. ഇല്ലായ്മയുടെ ഒരു കാലത്ത് നിന്ന് വളർന്നു വരുമ്പോൾ എന്തും നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ എന്തെങ്കിലും കൊതികളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ആഗ്രഹങ്ങളുണ്ടോ? എനിക്ക് അന്ന് സാധിക്കാൻ പറ്റാതെ പോയത് ഇന്ന് എനിക്ക് ചിലപ്പോൾ ഭക്ഷണമാവാം, വസ്ത്രത്തെക്കുറിച്ചാവാം, താമസിക്കുന്ന ഇടത്തെക്കുറിച്ചാവാം, പലർക്കും പലതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, എനിക്ക് ഇത്ര പൈസ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഇന്നത് ചെയ്യും? ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആ കാലത്ത് വീട് പണിയണമെന്നൊക്കെ ആഗ്രഹിച്ചു, ഒരു വാഹനം മേടിക്കണമെന്ന് ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അതെല്ലാം സാധിച്ചു. എന്നാൽ ഇന്ന് അങ്ങനെ പുറമേയുള്ള ഭൗതിക ആഗ്രഹങ്ങളൊന്നും, ഒരു ബെൻസ് കാറ് മേടിക്കണമെന്നോ വേണമെങ്കിൽ മേടിക്കാൻ പാടില്ല, സിമ്പിളാണ്. അതുകൊണ്ട് ബെൻസ് കാറ് മേടിക്കുന്നത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അങ്ങനെ വില കൂടിയൊരു കാറ് മേടിക്കണമെന്നോ വില കൂടിയൊരു വാച്ച് മേടിക്കണമെന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ല പണം ചെലവഴിച്ച് എവിടെയെങ്കിലും ടൂറൊക്കെ പോയി ആനന്ദം പോലെ അങ്ങനെ കാണണമെന്നോ ഒന്നൊന്നും എൻ്റെ മനസ്സിൽ ചിന്ത പോലുമില്ല. എന്നാൽ എൻ്റെ മനസ്സിൽ ചില അടങ്ങാനാവാത്ത ആഗ്രഹമുണ്ട്. സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചുറ്റും കരയുന്ന അനേക മനുഷ്യരുണ്ട്. നാം ആരും എല്ലാം അറിഞ്ഞോളണമെന്നില്ല. കരയുന്ന അനേകം ആളുകളുണ്ട്. ഈ കുട്ടമ്പുഴ ദേശത്ത് തന്നെ 72 കുടുംബങ്ങളിൽ അവർ സർക്കാർ സ്ഥലം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരുടെ വീടിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ അവർ ചോർന്നൊലിക്കുന്ന വീട്ടിൽ, അതായത് മഴ പെയ്യുമ്പോൾ അവിടെ താഴെ മുഴുവൻ വെള്ളം വീഴുന്നു. ഇവിടെ ഏതാനും ചിലർ വന്നു, അതൊന്ന് ചെയ്തു കൊടുക്കാമെന്ന് ചോദിച്ചു വന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ കഴിയുന്ന സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ചെയ്തു കൊടുക്കാനിടയായി. ഒരിക്കലും ആരും അറിയണമെന്ന് വിചാരിച്ചല്ല ഞാനിത് പറയുന്നത്. പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഒന്നും ചെയ്യില്ല എന്ന് എനിക്കൊരു വ്യക്തമായ തീരുമാനമുണ്ട്. ബൈബിൾ പറയുന്നു, ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുത്. കാരണം ആരും അറിയാതെ അനേകരുടെ കണ്ണുനീര് തുടയ്ക്കാൻ ഇടയാകുക എന്നുള്ള എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടങ്ങാനാവാത്തൊരു സ്വപ്നമാണ്, ആഗ്രഹമാണ്. അനേകരുടെ കണ്ണുനീര് തുടയ്ക്കാൻ ഇടയാകുന്നുണ്ട്. അതൊന്നും പുറത്തു പറയുന്നത് എനിക്ക് താല്പര്യമില്ല. എന്നാൽ അനേകം മനുഷ്യരെ അത് കാണുമ്പോൾ അവരുടെ ഒരു വീടില്ലാത്ത ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു മേൽക്കൂര മാറ്റി വയ്ക്കാനുള്ളവർക്ക് അത് മേൽക്കൂര മാറ്റി വയ്ക്കാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ രോഗിയായിട്ടുള്ള ഒരാൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു. ഏതാനും ചിലരെ വിദ്യാഭ്യാസ കാര്യം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾ ചെയ്യുന്നു. അതുപോലെ അനേകർക്ക്, വേറെ ഒന്നും ഉയർത്തി പറയുന്നില്ല. അത് ചെയ്യുമ്പോൾ അതാണ് എൻ്റെ മനസ്സിലെ സ്വപ്നം. ഇനി ആർക്കെല്ലാം എന്തെല്ലാം സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ജീവിതം എന്നെങ്കിലും ഒരു ദിവസം മക്കളുടെ നാട്ടിലേക്ക് കടന്നു പോകും. അതുവരെ എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ആഗ്രഹം. കാരണം ഈ പണം കൊണ്ട് ഞാൻ മരിക്കുമ്പോൾ എനിക്ക് ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. എൻ്റെ ഈ കണ്ണട പോലും എൻ്റെ മക്കൾക്ക് തന്നുവിടാൻ കഴിയില്ല. വെറുതെ എന്നെ ഒരു വെള്ള തുണിയും പുതപ്പിച്ച് ഒരു ജോഡി ഷർട്ടും പാൻറ്റോ അല്ലെങ്കിൽ ഒരു മുണ്ട് ഉടുപ്പിച്ച് എന്നെ ശവക്കോട്ടയെ കൊണ്ട് അവിടെ കൊണ്ട് സംസ്കരിക്കും. എൻ്റെ മക്കളെ പിന്നീട് എന്ത് ചെയ്യും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ ജീവിതകാലത്ത് ഏതെല്ലാം രീതിയിൽ സഹായിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യണമെന്നാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊതിയും ആഗ്രഹവും. ആഗ്രഹവും പലർക്കും വീട് വെച്ച് കൊടുത്ത കാര്യവും പറയുമ്പോൾ, ഈ വീട് നമ്മളിപ്പോ ഇരുന്ന് സംസാരിക്കുന്ന ഈ വീട് പോലും ഡെൻകെയർ അന്ന് 10-25 വർഷങ്ങൾക്ക് ശേഷമാണ് സ്വന്തമായ ഒരു വീട് പോലും വെച്ചത്. അതിന്റെയൊക്കെ പിന്നിലെ ഒരു തോട്ട് പ്രോസസ് എന്താണ്? കാരണം നമ്മൾ പൈസ ഉണ്ടാക്കിയാൽ ആദ്യത്തെ, പ്രത്യേകിച്ച് മലയാളികൾ ചിന്തിക്കുക വീട് വെക്കണം എന്നുള്ളതാണ്. അതെങ്ങനെയായിരുന്നു? അതെന്താന്ന് വെച്ചാൽ, ഞാൻ പല വാടക വീടുകൾ മാറി മാറി താമസിച്ചു.
പിന്നീട് ഒരു ചെറിയ വീട്, ഇതിൻ്റെ മുമ്പിൽ ഒരു ചെറിയ വീട് മേടിച്ചു, പൈസ കൊടുത്ത് മേടിച്ചു. എൻ്റെ മനസ്സിൽ വീട് വയ്ക്കാനായിട്ടൊരു വലിയ തുക മാറ്റിയാൽ, ബിസിനസ്സിൽ നിന്ന് അത് വിഡ്രോ ചെയ്താൽ അത് ഏതെങ്കിലും രീതിയിൽ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത് കൊണ്ട് 25 വർഷം കാത്തിരുന്നു. ബിസിനസ് എല്ലാം ഭംഗിയായി അതിൻ്റെ അടിത്തറയെല്ലാം ഉറപ്പിച്ച ശേഷം മാത്രം ലോൺ എടുത്താണ് വീട് വെച്ചത്. ഇന്നും ഈ വീടിന് 4 കോടി രൂപ ലോണുണ്ട്. അത് ഞാൻ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നു. EMI അടയ്ക്കുന്നു. ഇനി വീടിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കൊന്ന് കുടുംബത്തിലേക്ക് വരാം. എല്ലായിടത്തും സംസാരിക്കുമ്പോൾ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ ഉള്ള ഒരു സ്നേഹവായ്പ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതൊരു ഒരു ഒരു പ്രത്യേക, എല്ലാവരും പറയും ഒരു പുരുഷന്റെ വിജയത്തിന് പുറകിൽ ഒരു സ്ത്രീ ഉണ്ടെന്നൊക്കെ പലരും പറയാൻ വേണ്ടി പറയാറുണ്ട്. പക്ഷെ ശ്രീ ജോൺ കുര്യാക്കോസ് അങ്ങനെ ഒരാളല്ല. ഭാര്യയെ പറ്റി പറയുമ്പോൾ പ്രത്യേക സ്നേഹമാണ്. ആ പാർട്ട്ണർഷിപ്പിനെ പറ്റി, അതുപോലെ നിങ്ങൾ എങ്ങനെ കണ്ടു, എങ്ങനെ കല്യാണം കഴിച്ചു? കാരണം താങ്കളുടെ നിന്ന് വളരെ വ്യത്യാസമുള്ള ഒരു കുടുംബ സാഹചര്യമാണ് ഭാര്യയുടേത്. എങ്ങനെയാണ് ഈ അലയൻസ് നടന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ക്രിസ്ത്യൻ രീതി അനുസരിച്ച് ആദ്യം പെണ്ണ് കാണാൻ പോകുക എന്നൊരു ചടങ്ങുണ്ട്. 9 പെണ്ണുങ്ങളെ കാണാൻ പോയി. 10ാമത്തെ പെണ്ണാണ് എൻ്റെ ഭാര്യ. അത് കാണാൻ വന്നിട്ടും എനിക്കന്ന് നാണമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ കുനിഞ്ഞ് നടന്നു, താഴേക്ക് നോക്കി നടന്നു, അപകർഷതാബോധം. ഡെൻകെയർ നല്ല അത്യുച്ച അവസ്ഥയിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പക്ഷേ എൻ്റെ ഫാദറിൽ വേണം ആദ്യമായിട്ട് എന്നെ കാണാൻ വന്നത്. അപ്പോൾ കാണാൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഒന്ന് ഒളിച്ചു വെച്ചിട്ട് കല്യാണം നടത്തരുന്നുള്ള ചിന്ത. എനിക്ക് മാത്രമല്ല, എൻ്റെ മക്കൾക്കും അങ്ങനെ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉള്ളതുപോലെ ഞാൻ അങ്ങ് ഉറക്ക വിളിച്ചു പറഞ്ഞു. സ്ഥാപനത്തിൻ്റെ ഓഫീസിൽ ചാക്കോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഇന്ന് ഭൂമിയിലില്ല. അപ്പത്തിനോട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാന്ന് വിളിച്ചാണല്ലോ എന്ന് പറയണേ. ചേട്ടാ, ഞങ്ങളുടെ സ്ഥിതി ഇതാണ്. എൻ്റെ അപ്പം ഭ്രാന്തനായിരുന്നു. ഞങ്ങളുടെ വീട്, എൻ്റെ അപ്പം കൂലിപ്പണിക്കാരനായിരുന്നു. ഞങ്ങൾ തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബമായിരുന്നു. ബിസിനസ് തുടങ്ങിയത് ഇന്ന കാലത്തിലാണ്, ഇന്നതുപോലെയൊക്കെയാണ്. ചേട്ടനൊരു കാര്യം ചെയ്താൽ നല്ലതാണ്. ചേട്ടൻ എന്തറിയണമെങ്കിലും അവിടെ അന്വേഷിച്ചിട്ട്, അത് മണ്ണത്തൂർ ജംഗ്ഷനിൽ ചെന്ന് ഇങ്ങനെ ഈ ഓലിക്കൽ എന്ന് പറഞ്ഞ കുടുംബത്തെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് കിട്ടും. എന്നിട്ട് അവിടെ അന്വേഷിച്ചിട്ട് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് മോളെ കാണാം. അത്രയും കൃത്യമായിട്ട് ഓപ്പണായിട്ട് അങ്ങ് പറഞ്ഞു. കാരണം എന്തെങ്കിലും ഒളിച്ചു വെച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പിന്നീടൊരു പ്രശ്നം വരരുതെന്നുള്ളതുകൊണ്ട് ഞാൻ ചെന്നു, കണ്ടു, എനിക്ക് ആളെ ഇഷ്ടപ്പെട്ടു. എൻ്റെ മനസ്സിലിണങ്ങിയ ആളാണെന്ന് എനിക്ക് തോന്നി. പാവം, ഒരു 5 പെൺപിള്ളേരുള്ള വീടാണ്. അധികം സംസാരിക്കൊന്നുമില്ല. അങ്ങനെ ആരുടെ അടുത്ത് അങ്ങനെ പ്രത്യക്ഷ അന്നൊന്നും എനിക്ക് അതങ്ങനെ അറിയില്ലല്ലോ. 3 ആൺകുട്ടികളുള്ള വീട്ടിൽ നിന്ന് 5 പെൺപിള്ളേരിൽ മൂത്ത പെണ്ണ്. ചെന്നു, കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. തിരികെ വന്നു കഴിഞ്ഞു. എനിക്ക് തിരിച്ച് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ്, ചിലർ പറഞ്ഞു ഒന്നുകൂടി ഒന്ന് കാണണ്ടേ, ഒന്നുകൂടെ പൊക്കം എങ്ങനെയുണ്ട്, എന്തൊക്കെയോ കാര്യം പറഞ്ഞു. എനിക്ക് അന്നേ മനസ്സിലൊരു തോന്നൂല ഒരു അട്രാക്ഷൻ. ഞാൻ എൻ്റെ അമ്മയോട് ഒന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, മോനെ നമുക്ക് പ്രാർത്ഥിക്കാം, മോന് ആ കൊച്ചിനെ കണ്ടിട്ട് നല്ലൊരു കൊച്ചായിട്ടാണ് തോന്നുന്നത്. അപ്പം എനിക്കും ഒരു ഇഷ്ടം. ഞാൻ രണ്ടാമതൊന്ന് കാണാൻ പോയിട്ട് എനിക്കൊന്ന് വിളിക്കണം. അന്ന് അദ്ദേഹം ഫാർമസിസ്റ്റാണ്, ആലുവയിലൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. എനിക്കൊന്ന് വിളിക്കണം, പക്ഷെ എനിക്ക് വിളിക്കാൻ പേടി. കാരണം ഞാൻ സ്ത്രീകളോട് ആരോടും മിണ്ടിയിട്ടില്ല. എൻ്റെ അനിയൻ തിരുമെടുക്കനാണ്. അവൻ വിളിച്ചു, ഫോൺ കൊടുത്തു, ഞാൻ സംസാരിച്ചു. എനിക്ക് ഒന്നോടെ ഞങ്ങൾക്കൊന്ന് വരണം എന്ന് ആഗ്രഹമുണ്ട്, ഒന്നോടെ അവിടെ വീട്ടിൽ വരാനായിട്ട്. ഉടനെ പറഞ്ഞു, അത് അപ്പച്ചനോട് വിളിച്ച് പറഞ്ഞാൽ മതി. ഫോൺ കട്ട് ചെയ്തു. വേറെ കൂടുതൽ സംസാരിച്ചില്ല. പിന്നീട് ഞങ്ങൾ രണ്ടാമത് കാണാൻ ചെന്നു, കല്യാണം ഉറപ്പിച്ചു. 6 മാസം കഴിഞ്ഞാണ് കെട്ടിയത്. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഞാൻ തിരിച്ചു വിളിച്ചില്ല. കാരണം എനിക്ക് അതൊക്കെ ഒരു നാണം മാതിരിയായിരുന്നു. അതെ, കല്യാണം കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എനിക്ക് ദൈവം, ഞാൻ ഈ ഭൂമിയിൽ ഉരുവായപ്പോൾ തന്നെ എനിക്ക് വേണ്ടിയിട്ട് മാത്രം സൃഷ്ടിച്ച് ഉണ്ടാക്കി വെച്ച ഒരാളാണ് അദ്ദേഹം എന്ന് എനിക്ക് തിരിച്ചറിവ് കിട്ടി. അയ്യോ, അതൊരു അനുഭവമാണല്ലോ. അത് എല്ലാ കാര്യത്തിലും ഞാൻ പല കാര്യങ്ങളും എടുത്തിയാടി എല്ലാ കാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം എല്ലാ കാര്യവും വളരെ കണക്ക് കൂട്ടി കൃത്യം നോക്കി ഓരോന്നും പഠിച്ചു. വളരെ ബുദ്ധിമതിയാണ്. ഞാൻ എൻ്റെ ബുദ്ധിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം പക്ഷേ അദ്ദേഹം വളരെ ബുദ്ധിമതിയാണ്. എല്ലാ കാര്യവും പറയും. ഞങ്ങൾ രണ്ടുപേരും ആലോചിക്കും, ഏത് കാര്യവും ആലോചിക്കും. എൻ്റെ ഭാര്യയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഞാൻ എൻ്റെ ഭാര്യയെ ബഹുമാനിക്കുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നു, ഭാര്യയെ കരുതുന്നു. ഭാര്യയുടെ അപ്പനും അമ്മയും എൻ്റെ സ്വന്തം അപ്പനെ അമ്മയെപ്പോലെ തന്നെ അവരെ കരുതുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും എല്ലാം ചെയ്യുന്നു. ഞങ്ങൾ അന്ന് വിവാഹം കഴിച്ചപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഒന്നുകൂടി
ഒരു മധുവിധു കാലമാണ് ഇന്നും. ഓരോ ദിവസവും അതിൻ്റെ ആ ആഴം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കുറയുന്നില്ല. അതിന്റെ ഒരു സീക്രട്ട്, കാരണം എല്ലാവരും സാറിനോട് ബിസിനസ് സക്സസിന്റെ സീക്രട്ട് ചോദിക്കും. ഈ വൈവാഹിക ജീവിതത്തിന്റെ ഈ രണ്ടാം ഹണിമൂൺ എന്ന് പോലെ സാറ് തന്നെ പറയുന്ന രീതിയിൽ എത്തി നിൽക്കുന്നതിന്റെ രഹസ്യം എന്താണ്? രഹസ്യം മേഡം എന്നാന്ന് പറയും, ഒന്നും രഹസ്യമില്ല എന്നുള്ളതാണ്. എൻ്റെ ഭാര്യ അറിയാത്ത ഒരു രഹസ്യം എൻ്റെ ജീവിതത്തിലില്ല. എൻ്റെ ഫോണിൽ ലോക്കില്ല, ഭാര്യയുടെ ഫോണിൽ ലോക്കില്ല, എൻ്റെ പേഴ്സിൽ ഇന്നും 10 പൈസ പോലും ഇല്ല. എല്ലാ പൈസയുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ഗൂഗിൾ പേ വഴിയാണ് എല്ലാം ചെയ്യുന്നത്, ലോൺ അടയ്ക്കുന്നത് അവിടെ നിന്നാണ്. എല്ലാ കാര്യങ്ങളും ഭാര്യയാണ് ആ വിധ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതെല്ലാം ഒറ്റ പേഴ്സാണ്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു വൺനെസ്, ഞങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം. ഇനി ഭൂമിയുടെ ഏത് സ്ഥലത്ത് ഞാൻ ഏതാളുടെ കൂടെ എങ്ങനെ പോയെന്ന് പറഞ്ഞാലും എൻ്റെ ഭാര്യയ്ക്ക് ഒരിക്കലും എൻ്റെ ഭർത്താവ് ഒരു തെറ്റിലേക്ക് പോകില്ല എന്നുള്ള ആ വിശ്വാസ്യത, അത് ദൈവം തരുന്നൊരു ദാനമാണ്. ഒരു സ്വർഗമാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾ അത്രമാത്രം സ്നേഹത്തിലാണ്. ആ സ്വർഗത്തില് 4 മക്കളുണ്ട്. അത് 4 മക്കളുണ്ട്. സാറും 3 സഹോദരന്മാര്. ഇപ്പൊ അടുത്ത തലമുറയില് 4 ആൺമക്കൾ എനിക്ക്. അവര് മൂത്തവൻ ഡെന്റിസ്റ്റ് ആണ്. രണ്ടാമത്തെ ആളാണ് ഇവിടെ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മൂത്തവൻ UK-യിലാണ്. മൂന്നാമത്തെ ആളുകൾ ഇപ്പോൾ ഡെന്റിസ്റ്റിക്ക് പഠിക്കാൻ പോവുകയാണ്. പോകാൻ അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3ഉം 4ഉം രണ്ടുപേരും. അപ്പൊ ഈ 4 പേര് ഉള്ള ഒരു ഫാമിലി ബിസിനസ് കൂടെയാണല്ലോ. അപ്പൊ ആ കാര്യത്തിൽ പ്രത്യേകിച്ച് 4 മക്കളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു സക്സഷൻ പ്ലാൻ അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അതെല്ലാം വെൽ പ്ലാൻഡ് ആണ്. എല്ലാം ഒരിക്കലും ഒരു മക്കളോടും ഒരു പക്ഷാഭേദം ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ള വ്യക്തമായ ചിന്ത ഞങ്ങൾക്കുണ്ട്. ഇവിടെ ബിസിനസ് രണ്ടാമത്തെ മോനാണ് ഇപ്പോൾ നോക്കുന്നത്. അവന് മാസം ശമ്പളമുണ്ട്. അവൻ്റെ ശമ്പളം എടുത്ത് അവന് ജീവിക്കാം. സ്ഥാപനം 4 മക്കളുടെയും കൂടെ ആയിരിക്കും. അതെല്ലാം കൃത്യം വെൽ പ്ലാൻഡ് ആണ്. ഈവൻ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ പോലും മക്കളുടെ എല്ലാവരുടെയും പേരിൽ എഴുതി വെച്ചു കഴിഞ്ഞു. അവർക്കെല്ലാം അവരവരുടെ സാഹചര്യങ്ങൾക്കും ചിന്തകൾക്കും അനുസരിച്ച് ജീവിക്കാം. ഞാൻ എന്താണെങ്കിലും മരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. പിന്നെ എൻ്റെ ചിന്താഗതിക്ക് അനുസരിച്ച് അവരും ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിലും പറയാം, ഞാൻ എൻ്റെ വരുമാനത്തിൻ്റെ മിനിമം 10% സാധുക്കളുടെ കാര്യങ്ങൾക്കും അങ്ങനെയുള്ള ദൈവികമായ പ്രവർത്തനങ്ങൾക്കും സാധുക്കളെ സഹായിക്കാനും എല്ലാം വേണ്ടി ഉപയോഗിക്കുന്നു. മക്കളും അങ്ങനെ തന്നെ വരുമാനം കിട്ടിയപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൻ അതുപോലെ തന്നെ ആ 10-1 മിനിമം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യുന്നു. അവർക്ക് അതെല്ലാം ചെയ്യാൻ വലിയ സന്തോഷമാണ്. ഒരു കാര്യം അവർ പറഞ്ഞ് എത്രയോ പേര് സഹായിച്ച കാര്യങ്ങളൊക്കെ അവൻ ചോദിക്കും, പപ്പേ ഞാൻ ഇങ്ങനൊരു കാര്യം ഇന്നൊരാൾക്ക് ഇന്നൊരു പ്രയാസമുണ്ട്, അത് എൻ്റെ മോൻ ചെയ്തോളാൻ പറയുക. ചെയ്യുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ സന്തോഷമാണ്. അത്രയും പണം ചെലവഴിക്കുവാണോ നീ എന്ന് ഒരിക്കലും എൻ്റെ മനസ്സിൽ പോലും ചോദിക്കാൻ ചിന്ത പോലും വന്നിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. സാറിന്റെ ഒരു ബാല്യകാലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മക്കളുടെ വളർന്നു വന്ന ഒരു സാഹചര്യം. അപ്പൊ ഒരു ഭർത്താവ് എന്നുള്ള നിലയിലും ഒരു അച്ഛൻ എന്നുള്ള നിലയിലും എന്ത് മാറ്റമാണ് ആ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്? അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവരോട് പെരുമാറുമ്പോൾ അതെന്താണ് മനസ്സിൽ? അവരോട് പെരുമാറുമ്പോൾ എൻ്റെ മൂത്ത 2 മക്കളെയും ഞാനൊരു വിവരം കെട്ടവനെ പോലെ ഞാൻ വളരെ കർക്കശമായിട്ട് ശിക്ഷിക്കുകയും ശാസിക്കുകയും എന്ത് കാര്യം വന്നാലും അടിക്കുക എന്നുള്ളതായിരുന്നു ശിക്ഷിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പ്രമാണം. ഇന്ന് ഞാൻ അതിനകത്ത് ദുഃഖിതനാണ്. ഈവൻ ഞാൻ എൻ്റെ മൂത്ത മോനോടും രണ്ടാമത്തെ മോനോടും ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട്. മോനെ അന്ന് പപ്പയെ അങ്ങനെ ചെയ്തു പോയത് തെറ്റായിപ്പോയെന്ന് പിന്നീടാണ് പപ്പയ്ക്ക് ബോധ്യം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. എനിക്കൊരു കാര്യം സമൂഹത്തോട് പറയാനുണ്ട്, ഒരിക്കലും മക്കളെ തല്ലരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അവരെ ശരിയായ പാതയിൽ ഗൗരവത്തോടെ വളർത്തേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരിക്കലും അടിച്ചല്ല കുഞ്ഞുങ്ങളെ നന്നാക്കേണ്ടത്. അവരെ സ്നേഹിക്കുക. നമ്മളവരെ സ്നേഹിക്കേണ്ടെന്ന് അവരുടെ മനസ്സിൽ തോന്നുക. നമ്മളോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവർ പലതും ദൈവഭയമുള്ളവരായിട്ട് വളരുന്നതെന്നാണ് എൻ്റെ നാളുകളിലുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം എന്നോട് എന്തൊരു സ്നേഹം. ഒരു പപ്പയ്ക്ക് വിഷമം വരുമെന്നുള്ളതുകൊണ്ട് അവരൊരു തെറ്റിലേക്ക് പോവില്ല. പപ്പയ്ക്ക് വിഷമം വരാൻ പാടില്ല, അല്ലാതെ പപ്പ ശിക്ഷിക്കുമെന്നുള്ളതുകൊണ്ടല്ല. പേടിയല്ല, സ്നേഹം എന്ന വാക്കിനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കെല്ലാം വലിയ സ്നേഹമാണ്. അതുകൊണ്ട് എല്ലാം തികഞ്ഞവരാണെന്നല്ല. ഞാനന്ന് ചില കാര്യങ്ങൾ ഞാൻ ഒരു പൈസ പോലും അനാവശ്യമായിട്ട് ചിലവാക്കില്ല. ഹോട്ടലിലൊന്നും കയറി ഭക്ഷണം കഴിക്കാൻ എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. പക്ഷെ അവരവരുടെ ആവശ്യത്തിനൊക്കെ അങ്ങനെയൊക്കെ ചിലവാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനങ്ങനെ പറഞ്ഞു കൊടുക്കും, മോനെ നമ്മൾ എവിടുന്ന് വന്നതാണെന്നൊക്കെ ചിന്തിക്കണം, നമ്മളെല്ലാം ചിലവഴിക്കുന്നത് ഒരു ലിമിറ്റ് വെച്ച് വേണം ചെയ്യാനായിട്ട്
എന്നൊക്കെ പറയും. അപ്പോഴവർ ഉൾക്കൊള്ളുന്നു. എല്ലാം അങ്ങനെ തന്നെ ഞാൻ ജീവിച്ച പോലെ വയറ് മുറുക്കി കുടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങനെ നമുക്ക് ശാഠ്യം പിടിക്കാൻ പറ്റുമല്ലോ. ബൈബിളിലൊരു വാക്യമുണ്ട്, മക്കളെ കോപിപ്പിക്കാതെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തണമെന്ന്. മക്കളെ പോറ്റി വളർത്തുക. പോറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹിച്ച് പോറ്റി ഓമനിച്ച് വളർത്തണം. പക്ഷേ തെറ്റ് കണ്ടാൽ മക്കളാണെന്നുള്ളതുകൊണ്ട് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാതെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വടി കൊണ്ടടിക്കുകയല്ല, അതിന് ശാസിക്കാം, പറഞ്ഞു കൊടുക്കാം. മറ്റാരും കേൾക്കാതെ ആയിരിക്കണം അത് പറഞ്ഞു കൊടുക്കുന്നത്. അവർക്കും അവരുടേതായ വികാരങ്ങളുണ്ട്, അവരുടേതായ ചിന്തകളുണ്ട്. അത് മറ്റൊരാൾ കേട്ടു എന്ന് പറയുമ്പോൾ അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന അടി കൊണ്ട വേദനയേക്കാൾ വളരെ വേദന അവരുടെ ഹൃദയത്തിന് പറ്റും മറ്റാരെങ്കിലും മുമ്പിൽ വെച്ച് അവരെ ശാസിക്കുന്നതോ അവരെ വഴക്ക് പറയുന്നതോ അവരെ തല്ലുന്നതോ. വീട്ടിൽ കൊണ്ടുവന്ന് മുറി അടിച്ചിട്ട് ഒരു അടി കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും ആരുടെയും കേൾക്കെ അവരെ കുറ്റം പറയാതിരിക്കുക. പല കാരണന്മാരും എൻ്റെ മകൻ അങ്ങനെയാണ്, മകൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിരുന്നു. ഞാനും ഒരു കാലത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പാഠം പഠിച്ചു, ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ല മക്കളെ നന്നാക്കാനുള്ള വഴി. ഭാഗ്യവശാൽ എൻ്റെ മക്കളൊന്നും വേറെ ഏതെങ്കിലും ഒരു വേണ്ടാതനത്തിലേക്കോ ഒരു മദ്യപാനത്തിലേക്കോ ഒരു ചീത്തക്കാര്യങ്ങളിലേക്കോ ഒന്നും പോകാതെ ദൈവത്തിന്റെ കരുണയാൽ അവരെ ദൈവം കാക്കുന്നു. ഡെൻകെയറിന്റെ ബിസിനസ് എന്ന് പറയുന്നത് വളരെ ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിൽ ഇന്നോവേഷൻസ്, അതുകൊണ്ട് തന്നെ R&Dക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതെങ്ങനെയാണ് മൂവാറ്റുപുഴയിൽ ഇരുന്ന് നടത്തിയെടുക്കുന്നത്? അതിന്റെ ഒരു സ്ട്രാറ്റജി എന്താണ്? R&D ഞങ്ങൾ പുതിയ പല പ്രോഡക്ട്സും ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 2017 ഞങ്ങൾ R&D ശരിക്കും ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് 17-18 കാലഘട്ടങ്ങളിൽ. കോവിഡ് വന്നപ്പോൾ പോലും അവർക്ക് ഒരു ദിവസം പോലും ശമ്പളം കൊടുക്കാതിരുന്നില്ല. കാരണം അടച്ചിടേണ്ട വന്നില്ല. R&D ശരിയായിട്ട് തന്നെ വർക്ക് ചെയ്തു. ഞങ്ങളുടെ R&D എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയാം. ഏതാണ്ട് 30ഓളം പ്രോഡക്ട്സ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡെന്റിസ്റ്റിന് ആവശ്യമായിട്ടുള്ള കൺസ്യൂമബിൾസ്. അതിലുപരി ഞങ്ങളുടെ ഡെന്റിസ്ട്രിക്ക്, ഞങ്ങളുടെ ഡെന്റൽ ലാബിന് ആവശ്യമുള്ള വിവിധങ്ങളായ ഒന്ന് റെസിൻ, ഈ 3D പ്രിന്റിംഗ് മോഡൽ ഉണ്ടാക്കുന്ന റെസിൻ, അത് ഞങ്ങൾ തന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്തതാണ്. അത് ജർമ്മനിയിൽ നിന്നാണ് അതിൻ്റെ റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിവിടെ തന്നെയാണ് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഞങ്ങളുടെ 3D പ്രിൻ്റർ ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റും ഏറ്റവും ആക്യുറേറ്റുമായിട്ടുള്ള ഡെന്റിസ്റ്റ് ഉപയോഗിക്കുന്ന 3D പ്രിൻ്റർ ഞങ്ങളുടെ എൻജിനീയേഴ്സാണ് ഡെവലപ്പ് ചെയ്തത്. അതുപോലെ വിവിധങ്ങളായിട്ടുള്ള പല മെറ്റീരിയൽസും ഡെവലപ്പ് ചെയ്ത് വരികയാണ്. R&Dയിൽ അനേകം കാര്യങ്ങൾ, ഈവൻ ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാവില്ലല്ലോ. ഈ മൗണ്ടിങ്, ഈ ആർട്ടിക്കുലേറ്റർ എന്ന് പറയും, മൗണ്ട് ചെയ്യുന്ന അപ്പറും ലോവറും ജോ തമ്മിൽ മൗണ്ട് ചെയ്ത് മൂവ്മെന്റ്സ് നോക്കുന്ന ഒരു പുതിയ ഡിവൈസ്, അത് ഞങ്ങൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പലതും ഞങ്ങളുടെ R&D ടീം വളരെ സ്ട്രോങ് ആണ്, നല്ല മിടുമിടുക്കരാണ്, വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള എൻജിനീയേഴ്സ് അതിനകത്ത് വർക്ക് ചെയ്യുന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 20-ൽ താഴെ ഒരു 16-17 പേര് അവിടെ R&Dയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ആവശ്യമാണ്, എൻ്റെ ഒരു സ്വപ്നമാണ്. 2020-ൽ അതിന് വേണ്ട രീതിയിൽ ഫണ്ട് മുടക്കാൻ ഇല്ലാതെ വന്നു എന്നുള്ളത് കൊണ്ട് അത് അത്ര കണ്ടങ്ങ് വന്നില്ല എന്നുള്ളതൊരു പോരായ്മയാണ്. എന്നാൽ ഇപ്പോൾ അതിനു വേണ്ടി ഏത് രീതിയിലും എങ്ങനെ ഫണ്ട് ചെയ്യാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ചെറു പട്ടണത്തിലേക്ക് വന്ന് താമസിച്ച് ഈ ജോലി ചെയ്യാൻ വേണ്ടി ഇത്രയും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അതൊരു പ്രതിബന്ധമായിരുന്നു ഈ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത്? ഒരിക്കലുമില്ല. മൂവാറ്റുപുഴയെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. മൂവാറ്റുപുഴ പ്രകൃതി ഭംഗിയും, മൂവാറ്റുപുഴ പൊടിയില്ല. മൂവാറ്റുപുഴ ഗ്രാമങ്ങളിലേക്ക് ഇത്തിരി അങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നല്ല ശുദ്ധജലം കിട്ടും, നല്ല മനുഷ്യര്, നല്ല പ്രകൃതിദത്തമായ നല്ല ഗ്രീനറീസ് ഉള്ള സ്ഥലം. ഇവിടെ താമസിക്കാൻ എഞ്ചിനീയേഴ്സും ആളുകളും എല്ലാം വരുന്നുണ്ട്. ഇവിടെ ചേക്കേറുകയാണ് അവരെല്ലാം. അതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല. ധാരാളം ആളുകൾ വരുന്നു, ഒരു പ്രയാസമില്ല. വിജയം കൈവരിച്ച ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ സംരംഭകത്വം ഒരുപാട് ഉള്ള അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ എന്ത് മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക? ഒരു ഓൺട്രപ്രണർഷിപ്പിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റം ചെറുതായി വന്നു തുടങ്ങുന്നില്ല എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം അടിമുതൽ മുടി വരെ മാറേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളിലെല്ലാം
ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമാണ് അവിടെയെല്ലാം കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ കുറേ കാര്യങ്ങളങ്ങ് പഠിക്കുന്നു, പഠിച്ചു കഴിഞ്ഞ് അത് പിന്നീട് അത് ഫ്യൂച്ചറിൽ പ്രയോജനപ്പെടുന്നോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നില്ല. ഇപ്പം മാത്തമാറ്റിക്സിൽ സ്റ്റാറ്റിക്സ് പഠിക്കുക എന്നുള്ളൊരിതുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് സൈനും കോസയും പരിപാടിയൊക്കെ പഠിച്ചിട്ട് സാധാരണക്കാർക്ക് എന്ത് പ്രയോജനം കിട്ടാനാ? പഠിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞേ. അത് പഠിക്കേണ്ട ആളുകൾ ചെറുപ്പത്തിൽ തന്നെ പ്ലാൻ ചെയ്ത് ആ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നു. മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം ജോലിയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം, അവർക്ക് ജീവിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുന്നു. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ 15 വയസ്സ് ആയ ആളുകൾ ജോലി ചെയ്താൽ അത് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മുഴുവൻ സമയം ജോലിക്ക് കയറുക എന്നല്ല, ബാലവേലയാന്നും പറഞ്ഞ് അതിന് ശിക്ഷ നടപടിയൊക്കെ ഉള്ളൂ. എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പം ഞങ്ങളുടെ അവിടുത്തെ UK യൂണിറ്റിൽ തന്നെ കേവലം 15 വയസ്സുള്ള ഒരു കുട്ടി അവിടെ വന്ന് അവനവിടെ ഇത്ര മണിക്കൂർ, ആഴ്ചയിൽ 20 മണിക്കൂർ, അതേ മാസത്തിലാണോ എനിക്കറിഞ്ഞുകൂടാ, ആഴ്ചയിൽ 20 മണിക്കൂർ അവന് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അവൻ്റെ സ്വന്തം കാര്യം നോക്കണമെന്നും അവന് സ്വന്തമായിട്ട് ഏൺ ചെയ്യണമെന്നും ആ സ്വന്തമായി എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ചിന്ത ആ കുരുന്നിൽ തന്നെ അവരുടെ മനസ്സിൽ ഊറിത്തെളിഞ്ഞു വരുന്നു. നമ്മുടെ നാട്ടിലും അങ്ങനെയൊരു ചിന്താഗതിയിലേക്ക് ആളുകൾ വന്നാൽ, ഞാൻ പറയാം, ഇവിടെ നമ്മൾ എല്ലാവർക്കും വൈറ്റ് കോളർ ജോബാണ് താല്പര്യം. വിദേശ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ ഹൗസ് കീപ്പിങ്ങിൽ തറ തുടയ്ക്കണവനും അറ്റൻഡറും പിയൂണും GM എല്ലാവരും വൈകുന്നേരം റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന ഒരേ സ്ഥലത്ത് ഒരുപോലെ തന്നെ ഇരിക്കുന്നു. എല്ലാവർക്കും ഡിഗ്നിറ്റി ഓഫ് ലേബർ. ഇത് നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. പലരും ജോലി തേടി അലയുന്നു, പിന്നീടാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ പലരും BA എക്കണോമിക്സ് പഠിക്കുന്നു, ഞങ്ങളിവിടെ വന്ന് ജോലി ചോദിക്കുകയാണ്. BA എക്കണോമിക്സ് പഠിച്ച ആൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ? അല്ലെങ്കിൽ MA ഇംഗ്ലീഷ് പഠിക്കുന്നു, ഇവിടെ വന്ന് ജോലി ചോദിക്കുന്നു. ആ ഒരു ആളുകൾ പഠിച്ചാൽ അത് ജോലിക്ക് സാധ്യതയുണ്ടോ എന്ന് ചിന്തിക്കാതെ തന്നെ ആരുടെയെങ്കിലുമൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് പഠിച്ചു പോകുന്നു. പലരും അവസാനം ആവശ്യമുള്ളത് പഠിക്കുന്നില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ ജോലി കിട്ടാനുള്ള രീതിയിൽ അവരവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എന്തൊക്കെയാണ് സാധ്യതകളുള്ളതെന്ന് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനുമുള്ളൊരു സംവിധാനം നമുക്കില്ല എന്നുള്ളതൊരു പോരായ്മ തന്നെയാണ്. നമ്മളൊരു സ്കിൽ ഓറിയന്റഡ് ആയി ഒരു ജോലിക്ക് വേണ്ടി എന്നുള്ള തരത്തിൽ ഇങ്ങനെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പറ്റി പറയുമ്പോൾ അതിനകത്തേക്ക് എങ്ങനെയാണ് ഒരു ഓൺടർപ്രണർഷിപ്പ് കടന്നു വരുന്നത്? കാരണം അത് വേറൊരു തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ പറയും. ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഡെന്റൽ ടെക്നോളജി, ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സ്, BSc ഡെന്റൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അത് UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. യൂണിവേഴ്സിറ്റി എനപ്പോ യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ആയിട്ടാണ് ഞങ്ങളത് ചെയ്യുന്നത്. ആ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഉച്ചവരെയുള്ള സമയം അവിടെ തിയറി പഠിക്കുന്നു, ബാക്കിയുള്ള സമയം ഇവിടെ പ്രാക്ടിക്കൽ ചെയ്യാൻ അവർ പരിശീലിപ്പിക്കുന്നു. 3 വർഷമാണ് ആ കോഴ്സിന്റെ ദൈർഘ്യം. 2 കൊല്ലവും ഒരു ഇൻഡസ്ട്രിയിലാണ് പഠിക്കുന്നത്. ഇതിനോടകം അവർ എക്സാം എഴുതാൻ അവിടെ പോകും, അവിടെ മംഗളൂർ പോകും, മംഗലാപുരത്ത് പോകും. അതുപോലെ മറ്റേ തിയറി ക്ലാസ്സുകൾ ഇവിടെ തന്നെ പഠിപ്പിക്കുന്നു. ബാക്കി എന്തെങ്കിലും പഠിക്കാനുള്ള പോരായ്മകളുണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കുന്നു. ഈ വ്യവസായം എന്താണെന്നും അതിലെന്താണ് നടക്കുന്നതെന്നും ഡെന്റിസ്ട്രി എന്താണെന്നും അറിയാനും അനുഭവിക്കാനും അതിൻ്റെ പരിചയം കിട്ടാനും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസത്തെ അങ്ങനെ ക്രമീകരിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അത് അനേകർക്ക് പ്രചോദനമാകും, പ്രയോജനപ്രദമാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ആകാംക്ഷ, ഡെന്റ് കെയറിൽ വന്ന് പരിശീലിച്ച് വളർന്ന് ഇതിൽ നിന്ന് മാറി ഓക്കെ എനിക്ക് ഇത്ര പ്രവൃത്തി പരിചയമായി എന്നാൽ ഇനി ഞാൻ പോയി സ്വന്തം സ്ഥാപനം തുടങ്ങിയേക്കാം അങ്ങനെ വിചാരിച്ച് പോയവരുണ്ടോ? അങ്ങനെ വിചാരിച്ച് പോകണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അനേകം ഡെന്റൽ ലാബുകൾ ഇവിടെ കേരളത്തിൽ വരട്ടെ. എത്രമാത്രം ഡെന്റൽ ലാബുകൾ വന്നാലും ഹെൽത്തി കോമ്പറ്റീഷന് എന്നും തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്യുന്ന മനുഷ്യനാണ് ഞാൻ. ഇത് ലോകം മുഴുവൻ കേൾക്കുന്ന കാര്യമല്ലേ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടൂറിസത്തിന് സാധ്യമുള്ള നാടാണ് നമ്മുടെ നാട്. ഇവിടെ ധാരാളം ഡെന്റിസ്റ്റുകളുണ്ട്, ധാരാളം ആളുകൾ ഡെന്റൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ഈ നാട്ടിൽ വരുന്നുണ്ട്. എന്നാൽ ഞാൻ സങ്കടത്തോടുകൂടി ഒരു കാര്യം പറയട്ടെ. ഇത് പറഞ്ഞാൽ ചിലർക്ക് നോവും, ശരിയാണ്. പലരും വെറും ബിസിനസ്സായിട്ട് കണ്ട് എത്തിക്സ് ഇല്ലാതെ ചെയ്യുന്നു. ഞാൻ പറയാം, വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ ഒരു ക്രൗൺ വയ്ക്കുന്നതിന്, ഒരു
ഒരു ക്രൗൺ വെക്കുന്നതിന് മെറ്റൽ ഫ്രീ ക്രൗൺ ആണെങ്കിൽ അതിന് ചാർജ് ചെയ്യുന്നത് 10 to 15,000 ആണ് ഒരു മെറ്റൽ ഫ്രീ ക്രൗൺ ആണെങ്കിൽ കേരളത്തിൽ. അതതിൻ്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റേറ്റ് ഞാൻ പറഞ്ഞു. അതിലും കുറഞ്ഞ പല പ്രോഡക്ട്സും ഉണ്ട്. എന്നാൽ വിദേശത്ത് ഇപ്പോൾ UAE ഒരു പല്ല് വെക്കണമെങ്കിൽ 40,000 വേണം അതേ സ്ഥാനത്ത്. ഇവിടുത്തെ 10,000 സ്ഥാനത്ത് അവിടെ 40,000 വേണം. UK അത് 80,000 ആയി. USA അതേ ക്രൗൺ വായിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ ഒരു സിംഗിൾ ക്രൗൺ ഒരു ക്യാപ്പ് ഇടുന്ന കാര്യം പറഞ്ഞ് അതിന് 1 ലക്ഷം രൂപയാവും. ന്യൂസിലൻഡിലാണെങ്കിൽ അത് 1.25 ലക്ഷമാവും. ഓസ്ട്രേലിയയിലാണെങ്കിൽ അത് 1.5 ലക്ഷമാവും. എന്തുമാത്രം ആളുകൾ ഇവിടെ വരേണ്ടതാണ്. വരുന്നുമുണ്ട്, ധാരാളം അറബി പേഷ്യൻസ് വരുന്നുണ്ട്. പക്ഷേ പലരും എത്തിക്സ് വിട്ട് ഇവിടെ 10,000 രൂപ ചാർജ് ചെയ്താൽ ഈ 15,000 രൂപ ചാർജ് ചെയ്യുന്ന ക്രൗഡിന് അവർ ഈ നാട്ടിൽ വന്നു എന്നുള്ളതുകൊണ്ട് അവരുടെ കഴുത്തറുത്ത് 1 ലക്ഷം രൂപ മേടിച്ചാൽ എങ്ങനെ ഈ ഇൻഡസ്ട്രി ഇവിടെ നിലനിൽക്കും? എല്ലാവരും നല്ല പറഞ്ഞ് ചിലര് എന്നിട്ട് നിലവാരം കുറഞ്ഞ ക്രൗൺസ് ചെയ്തു കൊടുക്കുന്നു. അവരവരുടെ കാര്യം മാത്രം നോക്കുന്നു. വെറും സെൽഫിഷായി ആളുകൾ പോകുന്നത് കൊണ്ട് വലിയൊരു അവസരമാണ് നഷ്ടപ്പെടുന്നത്. ഗവൺമെൻറ് അതിനൊരു സ്റ്റാൻഡേർഡ് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു ചിന്ത. പോളിസി കൊണ്ടുവരണം. ഒരു ഫോറിനർ ട്രീറ്റ് ചെയ്യാൻ വന്നാൽ ഇത്ര രൂപ ചാർജ് ചെയ്യാം മാക്സിമം. ഒരു ക്രൗണിന് ഇത്ര രൂപ ചാർജ് ചെയ്യാം. നല്ലൊരു സ്റ്റാൻഡേർഡ് റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം ആളുകൾ ഇവിടെ വരും. ഇതുമൂലം നമ്മുടെ നാടിന് കിട്ടുന്ന അഭിവൃദ്ധി, സാമ്പത്തിക വരുമാനം എന്തുമാത്രം. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ടാക്സികൾ, എന്തെല്ലാം ബിസിനസ്സുകൾ വർദ്ധിക്കും. ഇന്ന് അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് മലയാള ഭാഷയിൽ പറഞ്ഞാൽ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. അതെല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അന്നേരം എനിക്ക് വായിൽ തന്നെ എത്രയാണോ ആ റേറ്റാണ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. ഞാൻ ഡെന്റൽ സമൂഹത്തെ ഒരുമിച്ച് ആക്ഷേപിക്കാൻ ഒരിക്കലും മുതിരുകയില്ല. ഞങ്ങൾ അവരെ കൊണ്ട് അരിമേടിക്കുന്നവരാണ്. നല്ല ശരിയായിട്ട് പോളിസിയുള്ള ധാരാളം ഡെന്റിസ്റ്റ് ഉണ്ട്. എന്നാൽ ചിലരെല്ലാം എനിക്ക് പണം ഉണ്ടാക്കണം, എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നുള്ളതുകൊണ്ട് പണസമ്പാദനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുന്ന കുബുദ്ധികളായ ചില മനുഷ്യരിവിടെ ഉള്ളത് നമ്മുടെ നാടിൻ്റെ ഒരു ശാപമാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു റെഗുലേഷൻ ഒക്കെ വന്നാൽ എത്ര പ്ലെയേഴ്സിന് വേണമെങ്കിലും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയൊരു സ്പേസ് ആണ് ഈ ഇൻഡസ്ട്രി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്, അല്ലേ? 100% ഉറപ്പാണ്. ധാരാളം പേഷ്യൻസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എത്ര ഡെന്റൽ ലാബ് ഇവിടെ തുടങ്ങിയാലും എത്ര ക്ലിനിക്കുകൾ ഇവിടെ തുടങ്ങിയാലും കേരളം ഡെന്റിസ്ട്രിയുടെ ഒരു ഹബ്ബായിട്ട് കേരളം മുഴുവൻ മാറും. കാരണം ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ഇങ്ങോട്ട് വരണം പല്ല് വെക്കാനായിട്ട്. പിന്നെ ഇതിന് ഡിമാൻഡ് കുറയുന്നില്ലല്ലോ, എല്ലാവർക്കും ഒരിക്കലും കുറയുന്നില്ലല്ലോ. പല്ല് എല്ലാവർക്കും ഉണ്ട്. 32 കേടില്ലാത്ത ആളുകൾ. ഒരു കാലത്ത് ഞാൻ അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണ്. ഞാൻ 88-ൽ ഡെൻകെയർ തുടങ്ങാൻ നേരത്ത് ഒരു ഡെന്റിസ്റ്റ് പറഞ്ഞു, അപ്പൻ്റെ മാതിരി മോനും ചെറിയ പ്രോബ്ലം ഉണ്ടെന്നാണ് തോന്നണമെന്ന്. കാരണം ഇന്ത്യയിലേക്ക് ആദ്യമായി 7,90,000 രൂപ കൊടുത്ത് ഒരു ജർമ്മൻ കാസ്റ്റിംഗ് മെഷീൻ ഞാനാണ് കൊണ്ടുവന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് 200% ആണ് ഇമ്പോർട്ട് ഡ്യൂട്ടി. ഇന്ന് 16-18% ഉള്ളൂ. അപ്പോൾ ചിലർ പറഞ്ഞു ഇങ്ങനെ അപ്പൻ്റെ മാതിരി മോനും എന്തോ കാര്യമായി തകരാറുണ്ടെന്ന്. പക്ഷെ എനിക്കറിയാമായിരുന്നു അനന്തവിദൂരമായ സാധ്യതകൾ ഈ മേഖലയിൽ. പല്ല് ഉള്ളിടത്തോളം കാലം പല്ലിന് കേടുണ്ടാവും. പല്ലിന് കേടുണ്ടെങ്കിൽ ഡെന്റിസ്റ്റിന് ജോലി ഉണ്ടാവും. ഡെന്റിസ്റ്റിന് ജോലി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ഡെന്റിസ്ട്രി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയല്ലോ. ഒരു കാലത്ത് അന്ന് അളവെടുക്കണമെങ്കിൽ, ഇംപ്രഷൻ എടുക്കണമെങ്കിൽ ട്രേക്കകത്ത് ആൾജിനേറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ അതിങ്ങനെ ലോഡ് ചെയ്തിട്ട്, ലോവർ ട്രേ ഉണ്ട്, അപ്പർ ട്രേ ഉണ്ട്, അതിങ്ങനെ പ്രസ് ചെയ്ത് 2 മിനിറ്റോളം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. പേഷ്യൻസിന് ചിലപ്പോൾ ഒമിറ്റിംഗ് ടെൻഡൻസി വരും. അതുപോലെ അതെ, അത് കഴിഞ്ഞ് പിന്നെ എലാസ്റ്റോമെറിക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വന്നു, റബ്ബർ ബേസ്ഡ് മെറ്റീരിയൽ. അതും ഈ പറഞ്ഞ പോലെ 2.5 മിനിറ്റ് വായിലിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം. പലപ്പോഴും പേഷ്യൻസിന് അത് വലിയ ഡിസ്കംഫർട്ടായിരുന്നു. എന്നാൽ ഇന്നോ ഞങ്ങൾ സോഫ്റ്റ്വെയർ ചെയ്ത് വേറൊരു കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ ഈ ഇൻട്രാ ഓറൽ സ്കാനറുടെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഇൻട്രാ ഓറൽ സ്കാനർ പരിചയപ്പെടുത്തിയത് ഡെൻകെയർ ആണ്. ആ കാലങ്ങളിൽ ആ ഒരു ഇൻട്രാ ഓറൽ സ്കാനറിന് 32 ലക്ഷം രൂപയായിരുന്നു. ഇന്ന് ഞങ്ങളിങ്ങോട്ട് കൂടി ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഒരു കമ്പനി, വെൽ റെപ്യൂട്ടഡ് ആയിട്ടൊരു കമ്പനി, ഞങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ഞങ്ങളുടെയും കൂടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കുന്ന ഒരു മെഷീൻ, 1000-ൽ കൂടുതൽ മെഷീൻ ഇപ്പോൾ ഇതിനോടകം ഞങ്ങൾ വിറ്റ് കഴിഞ്ഞു. അതിന്
5 ലക്ഷം രൂപ വിലയുള്ള മെഷീനുണ്ട്, 8 ലക്ഷം രൂപ വിലയുള്ള മെഷീനുണ്ട്. 3 വർഷം വാറണ്ടി എല്ലാം കൊടുത്ത് ഞങ്ങൾ വെക്കുന്ന മെഷീൻ. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഡെന്റിസ്ട്രി മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡിജിറ്റലൈസേഷൻ്റെ യുഗമല്ലേ ഇത്. ഇത് ഇങ്ങനെ ഒരു 1-1.5 മിനിറ്റ് മതി ഇങ്ങനെ ജസ്റ്റ് ഇൻട്രാവൽ സ്കാനർ വെച്ച് ജസ്റ്റ് ഒരു ചെറിയ ഒരു ഡിവൈസ് അത് വെച്ച് നമുക്കിങ്ങനെ എല്ലായിടും നിമിഷങ്ങൾക്കുള്ളിൽ സ്കാൻ ചെയ്തെടുക്കാം. അക്യുറേറ്റ് ആയിട്ട് കിട്ടും. STL ഫയലായിട്ട് ഡെൻ്റൽ ലാബിലേക്ക് അയച്ചു കൊടുക്കാം, അതോടെ പ്രിൻ്റ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ AI ക്രൗൺസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇംപ്രഷൻ ഇല്ല, വേറെ സെപ്പറേറ്റ് മോഡൽ പ്രിൻ്റ് ചെയ്യാത്ത ക്രൗൺ ഉണ്ടാക്കുന്നു. ഒരുപാട് മാറി ഡെന്റിസ്ട്രി മുഴുവൻ. എല്ലാം ഡിസൈനിങ് എല്ലാം ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നാൽ കാണാം. 100 കണക്കിന് ആളുകൾ എൻജിനീയേഴ്സ് ഉണ്ട്. അവരെല്ലാം ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് എല്ലാം ഡിജിറ്റൽ ഡിസൈനാണ്. എല്ലാം ഡിസൈൻ ചെയ്യുന്നു, അത് മില്ലിംഗ് മെഷീൻ വെച്ച് പ്രിൻ്റ് ചെയ്യുന്നു. എല്ലാം ഓട്ടോമൈസേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയൊരു മാറ്റം. ഡെന്റിസ്ട്രി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മുഴുവൻ നമ്മുടെ ഈ കേരളത്തിൽ ഇവിടെ മൂവാറ്റുപുഴയിലൂടെ നമ്മുടെ സ്ഥാപനത്തിൽ അവൈലബിൾ ആണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും വന്ന് ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരും കൂടെ വരുമെന്നല്ല ഞാൻ പറഞ്ഞത്. 750 കോടി ജനങ്ങളുണ്ട്. ഇവിടെ ആകെ എത്ര കോടി ജനങ്ങളുണ്ട്? ഈ ആളുകൾ ഇങ്ങോട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് സ്വർഗമായിട്ട് തന്നെ മാറും. അതിന് വേണ്ടിയിട്ട് ഇതിനൊരു ഒരു 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 റൂളും റെഗുലേഷൻസ് ഒക്കെ അതിനനുസരിച്ചൊന്നും മാറ്റി വരികയാണെങ്കിൽ, പോളിസീസ് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയേറെ ഉയരാനും വളരാനുമുള്ള എല്ലാ സാധ്യതകളും കേരളത്തിനുണ്ട്. പുതിയ പുതിയ ഡെന്റൽ ലാബുകൾ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ സാറ് ഡെന്റ് കെയറിനെ പറ്റി മാത്രമല്ല സംസാരിക്കുന്നത്, നമ്മുടെ രാജ്യത്തെ ആ ഒരു എൻറ്റയർ ഇക്കോസിസ്റ്റം, ഇപ്പൊ ഡെന്റിസ്ട്രി എന്നുള്ള ആ ഇൻഡസ്ട്രി മൊത്തത്തിൽ വികസിക്കുന്നത് ഓൾറെഡി കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനുള്ളിൽ എവിടെയാണ് ഡെന്റ് കെയറിന്റെ ആ ഒരു പുരോഗതി കാണുന്നത്? വാട്ട് ഈസ് യുവർ വിഷൻ? ഡെന്റ് കെയറിനെ സംബന്ധിച്ച് ഞാൻ എന്നും ഞങ്ങളുടെ എംപ്ലോയീസിനോട് പറയാറുണ്ട്, ഇപ്പോൾ മാഡം ഒരു കാര്യം ചെയ്യുക, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്നു, ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്നു, അത് ദൈവത്തിന് വേണ്ടി ചെയ്യുവാണെങ്കിൽ എങ്ങനെ ചെയ്യും? അതിലപ്പുറം വേറെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഏറ്റവും പെർഫെക്റ്റ് ആയി എന്നുവെച്ചാൽ ദൈവത്തിന് ചെയ്തു കൊടുക്കണമല്ല, അപ്പുറമായിട്ട് വേറൊരാൾക്ക് ചെയ്തു കൊടുക്കാനില്ലല്ലോ. ഞാൻ ഞങ്ങളുടെ എംപ്ലോയീസിനോട്, ഞങ്ങളുടെ ജീവനക്കാരോട് എന്നും പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ മനുഷ്യരെ കാണിക്കാനല്ല, മനുഷ്യ കാണാതെ പലതും മൂടി വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ ദൈവത്തിന് ഇത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്തു കൊടുക്കുക, അതുപോലെ മാത്രമേ ചെയ്യാവുള്ളൂ. ഏതെങ്കിലും കാണിച്ചൊരു മിസ്റ്റേക്ക് വന്നു, അത് കളഞ്ഞു. പണം ഒരിക്കലും പ്രശ്നമല്ല, പണം പിന്നാലെ വന്നോളും. ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതല്ല ഡെന്റ് കെയർ. എന്നാൽ ദൈവത്തിൻ്റെ കാരണം കൊണ്ട് കേവലം 250 രൂപ ശമ്പളം കൊടുത്തുകൊണ്ടിരുന്ന ഞങ്ങൾ ഇന്ന് 11.5 കോടി രൂപ ശമ്പളം കൊടുക്കാൻ തക്കവണ്ണം ദൈവമാക്കി. ഒരു സൈക്കിൾ മേടിക്കാൻ കൊതിച്ച മനുഷ്യനായ ഞാൻ ഇന്ന് 100ഓളം വാഹനങ്ങളുണ്ട്. സ്റ്റാഫിനെ കൊണ്ടുവരുവാനും കൊണ്ടുവിടുവാനുമായിട്ട് ബസ്സുകളടക്കം അങ്ങനെയുള്ള എല്ലാം ദൈവം തന്നു. ഒന്നുമില്ലായ്മയിൽ ദൈവം ഇത്ര ഉയർത്തി. വെറും 290 സ്ക്വയർ ഫീറ്റിൽ നിന്ന് തുടങ്ങിയ സ്ഥാപനം ഇന്ന് 3 ലക്ഷം സ്ക്വയർ ഫീറ്റ് മൂവാറ്റുപുഴ മാത്രമുണ്ട്. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ടല്ലോ. എല്ലാം ദൈവം തന്നു. എല്ലാം പണം പിന്നാലെ വരുമെന്നാണ് എൻ്റെ ചിന്ത. പണം ഉണ്ടാക്കാൻ വേണ്ടി വ്യഗ്രതപ്പെട്ട് നടക്കുകയല്ല. പക്ഷേ ഒരിക്കലും മനുഷ്യ ശരീരത്തിന് ഹാനികരമാവുന്ന ഒന്നും ഒരു കാലത്തും ഡെന്റ് കെയറിൽ നിന്ന് പുറത്തു പോകരുതെന്നുള്ളൊരു നിർബന്ധ വിഷയമാണ് എൻ്റെത്. ഞാൻ പറയാം, ഇന്ന് ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വിശിഷ്ട വ്യക്തികൾ പലരും, നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ അടക്കം, ഇന്ന ആളുകൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാം നമ്മുടെ പല്ലുകളാണ് അവരുടെ എല്ലാം മൗത്തിലിരിക്കുന്നത്. എവിടെ എത്തി നോക്കിയാലും ഡെന്റ് കെയറിൻ്റെ പല്ലുകൾ ചോദിച്ചു വാങ്ങാൻ ആളുകൾ ഇന്ന് പലരും ബന്ധപ്പെടുന്നു. കാരണം ഡെന്റ് കെയറിലുള്ള വിശ്വാസം. ഒരു കാര്യം സത്യമാണ്, ഒരിക്കലും ആളുകൾക്കൊരു ദോഷം വരുന്ന ഒരു സംഗതി ഒരു റോ മെറ്റീരിയൽ ഉപയോഗിക്കില്ല. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെ വളരെ ഒരു മനുഷ്യ ശരീരത്തിന് അതുപോലെ ഹാനികരമായിട്ടുള്ള പല മെറ്റീരിയൽസ് ഉണ്ട്. അതിലൊന്നാണ് സിർക്കോണിയ. ഞങ്ങൾ മെഡിക്കൽ ഗ്രേഡ് സിർക്കോണിയ ഉപയോഗിച്ചല്ല, അത് ഒരിക്കലും സിർക്കോണിയം വെച്ച് പല്ലുണ്ടാക്കില്ല. പക്ഷെ പലരും ഇൻഡസ്ട്രിയൽ സിർക്കോണിയ ഉപയോഗിച്ച് ചെയ്യുന്നു. ഡെന്റ് കെയറിൻ്റെ പ്രോഡക്റ്റ് ഇന്ന് 25%, 20 മുതൽ 25% വരെ എക്സ്പെൻസീവാണ് മറ്റ് ഡെന്റൽ ലാബുകളെ അപേക്ഷിച്ച്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഡെന്റ് കെയറിന് ഒരു രീതിയിലും ചെയ്താൽ തീരാത്ത മാതിരി അത്രമാത്രം വർക്കുള്ളത്? മനുഷ്യർക്ക്, ഡെന്റിസ്റ്റിന്, ക്ലിനീഷ്യൻസിന് അഥവാ പൊതുജനത്തിന് ഡെന്റ് കെയറിലുള്ള വിശ്വാസ്യത. പല പേഷ്യൻസും ഡെന്റ് കെയറിൻ്റെ പ്രോഡക്റ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു ചെല്ലുന്നു. അതുകൊണ്ട് ഡെന്റ് കെയർ എല്ലാം തികഞ്ഞ എല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല, ചിലപ്പോൾ വർക്ക്മാൻഷിപ്പിൽ ചില പ്രശ്നങ്ങളെല്ലാം വന്നേക്കാം. പക്ഷെ ഒരു കാര്യം 100% ഉറപ്പോടെ എനിക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം കേൾക്കുന്നുള്ള ചിന്തയോട് പറയാൻ കഴിയും,
ഒരിക്കലും ഒരു റോ മെറ്റീരിയൽ പോലും അപ് ടു ദിസ് മൂമെന്റ് മനുഷ്യർക്ക് ഹാനികരമാവുന്ന ഒന്നും ഉപയോഗിച്ചിട്ടില്ല, എൻ്റെ മരണം വരെ ഉപയോഗിക്കില്ല. ഇപ്പോൾ ഈ മുന്നോട്ടുള്ള യാത്രയിൽ ഇപ്പോൾ ഏഷ്യയിലെ നമ്പർ 1 ആണ്, വേൾഡിൽ 2ാമതാണ്. അപ്പൊ ആ നമ്പർ 1 സ്പോട്ടിലേക്കുള്ള ആ ഒരു യാത്ര ഇനി അത് എത്ര ദൂരം കൂടിയുണ്ട്? അത് കോവിഡ് വന്നില്ലെങ്കിൽ ഞങ്ങൾ 2025 എത്തുമെന്നാണ് കരുതിയിരുന്നത്. കോവിഡ് വന്ന് ഒന്നുമില്ലായ്മയായി പോയതുകൊണ്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 2030 ഒക്കെ ആകുമ്പോഴേക്കുമെന്നാണ് മനസ്സിലുള്ള ചിന്ത. 100% ഉറപ്പിച്ച് ഞാൻ പറയുകയല്ല, ഞങ്ങൾ വേൾഡിൽ 1ാം സ്ഥാനത്തെത്തും. അതിന് കേൾക്കുന്ന പ്രേക്ഷകരായ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യമില്ല. നമ്മുടെ കേരളത്തിലുള്ള ആളുകളും ഈ കേൾക്കുന്ന ആളുകളും ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ഈ കാര്യം അതിവേഗം ദൈവം സാധിപ്പിച്ചു വന്നിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. സ്മൂത്ത് ആയിട്ട് നടക്കും അല്ലേ? ഈസി ആയിട്ട് നടക്കും. ഈ ഒരു 10% പ്രൈവറ്റ് ഇക്വിറ്റിയിലേക്ക് പോകുന്ന ഒരു കാര്യം പറഞ്ഞു, അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പൊ ഇനി IPO ആണോ അടുത്ത ഒരു? IPO 2030 ഇപ്പോൾ ഞങ്ങൾ ICIC വെഞ്ചർ ക്യാപിറ്റലുമായിട്ട് അവരാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി 2030 ആകുമ്പോഴേക്കും ഞങ്ങൾ IPOക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ഫണ്ടിങ് ഒക്കെ വരുമ്പോൾ ഡെൻകെയർ ഇതുവരെ ചെയ്തതിൽ നിന്നും വലിയ വ്യത്യാസത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലുണ്ടോ? വ്യത്യാസം മീൻസ് ഈ ഡൈവേഴ്സിഫിക്കേഷൻ കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. 6ാം തീയതി ഒന്നോടെ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് ഇന്ന് ഇന്ത്യയിലേക്ക് ധാരാളം വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ജർമ്മനിയിൽ നിന്നാണ് ഞങ്ങളുടെ ഒരു 90%, 90 അല്ല മോർ ദാൻ 90% റോ മെറ്റീരിയൽസ് വരുന്നത്. എന്നാൽ ആ ലോകോത്തര നിലവാരമുള്ള റോ മെറ്റീരിയൽസ് നമുക്കിവിടെ ഒരു പ്രയാസം കൂടാതെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് സത്യമായ യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങളുടെ അനുഭവമാണ്. അത് 2030 വരുമ്പോഴേക്കും അതിനാവശ്യമുള്ള ഫണ്ടിങ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഡെന്റിസ്ട്രിയിൽ തന്നെ നിന്നുകൊണ്ട് പേഷ്യൻസിന് പ്രയോജനപ്രദമായ എന്നാൽ വളരെ എക്കണോമിക്കലായ വിദേശത്ത് നിന്ന് എടുത്തുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ ചെലവ് വളരെയേറെ കൂടും. ആ ചെലവ് ചുരുക്കത്തക്ക രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ അപ്പോഴത്തേക്കും തയ്യാറാക്കി വെക്കാമോ, എല്ലാം മാനുഫാക്ചറിങ് തുടങ്ങാനല്ല. 2030 ആകുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ട മാനുഫാക്ചറിങ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അണിയറയിൽ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുകയാണ്. ഇപ്പോ എപ്പോഴും പറയാറുള്ള ഒരു വാചകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്, നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് സ്വപ്നം എന്ന് APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. താങ്കൾ കണ്ട സ്വപ്നത്തിൽ 15 വയസ്സിൽ ജോലി വേണമെന്ന് തുടങ്ങിയുള്ള ആ സ്വപ്നത്തിന്റെ ആ യാത്രയുടെ ഏത് ഘട്ടത്തിലാണ്? ഇനി എത്ര സ്വപ്നം ബാക്കിയുണ്ട്? ഏറ്റവും വലിയ സ്വപ്നം ഈ ലോകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് 1ാം സ്ഥാനത്തെത്തുക എന്നുള്ളതാണ്. ഡെൻകെയർ 1ാം സ്ഥാനത്തെത്തുക. എൻ്റെ ഒരു സ്വപ്നമായിരുന്നു 1ാം തീയതി ശമ്പളം കൊടുക്കുക എന്നുള്ളത്. എല്ലാ സ്റ്റാഫിനും 5ാം തീയതി ആയിരുന്നു ഞങ്ങൾ ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ മാസം മുതൽ കൃത്യം 1ാം തീയതി 10 മണിക്ക് മുമ്പ് എല്ലാ എംപ്ലോയീസിൻ്റെയും ശമ്പളം മറ്റേ അക്കൗണ്ടിൽ വന്ന് ചാടി. ഒരു സ്വപ്നം കൂടി നടത്തിയെടുത്തു. ഇതിങ്ങനെ ചെറിയ അനേകം സ്വപ്നങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും വലിയ സ്വപ്നം, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ കരയുന്ന മനുഷ്യരെ കണ്ണുനീര് തുടയ്ക്കാൻ ഇടയാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നം ദൈവത്തിൻ്റെ കരുണ കൊണ്ട് പതിയെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകരുടെ കണ്ണുനീര് തുടയ്ക്കാൻ ഇടയാകുന്നു. അതൊരിക്കലും ഇങ്ങനെ സമ്പൂർണ്ണമാകുന്ന ഒരു സ്വപ്നം അല്ലല്ലോ, എന്നുമല്ല. മരണം വരെ അങ്ങനെ തുടച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് മനസ്സിലെ ഒരു വലിയ അടങ്ങാനാവാത്ത സ്വപ്നം. ആ സ്വപ്നത്തിന് സാർ മുമ്പേ സൂചിപ്പിച്ചതുപോലെ എല്ലാ മലയാളികളുടെയും പ്രാർത്ഥനയുടെ ആ ഒരു കൈത്താങ് ഉണ്ടാവട്ടെ. കാരണം സാറിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമ്പോൾ കൂടെ ഒരുപാട് മനുഷ്യരുടെ കണ്ണീരും കൂടെയാണ് ഒപ്പുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും. നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചതിന് ഒരുപാട് നന്ദി.